മിനിറ്റ് കേട്ടോ. ബിന്ദുമ്മേ, disconnected. ഇതിൻ്റെ ചാർജർ ഒന്ന് എടുത്തു തരുമോ? ഇതിൻ്റെയോ? മതി മതി മതി. ഇത് മൊബൈലിൻ്റെ ചാർജറോ? ഈ ഫോണിൻ്റെ ചാർജറോ? ബ്ലാക്ക് റൂമിലുണ്ട്. നെറ്റ് ഒന്ന് ഡിസ്കണക്റ്റ് ആയിപ്പോയി, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എടുത്തിട്ടില്ല കാഞ്ചിയമ്മ? അയ്യോ, നല്ല ഐസ് പൗഡർ. ഇതോടെ ഇനി അടുത്ത വർഷം தான் இந்த பக்கம். എന്നാ ശരി ശരി. ഒരു മിനിറ്റ് കേട്ടോ. ചാർജ് ഓക്കെ. ഇനി നമ്മൾ 15-ാമത്തെ അധ്യായം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. സായിറാം, ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ദശഗ്രീവന് നന്ദികേശ്വരനിൽ നിന്നുള്ള ശാപവും കൈലാസോദ്ധാരണ ശ്രമവും ചന്ദ്രഹാസലബ്ധിയെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉത്തര രാമചരിതാമൃതത്തിൽ പഠിക്കുന്നത്. ഓക്കെ. അങ്ങനെ ദശഗ്രീവൻ പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മഹത്തായതും സൂര്യന് തുല്യവുമായിരിക്കുന്ന ശരവണം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പം ഈ പുഷ്പക വിമാനം അങ്ങനെ അങ്ങ് സ്റ്റോപ്പായിപ്പോയി. ആ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പുഷ്പക വിമാനം നിന്ന് പോയത് എന്ന് നമ്മുടെ മാരീചനോട് ദശഗ്രീവൻ ചോദിച്ചു. അപ്പോൾ മാരീചൻ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുബേരനല്ലാതെ മറ്റാരും ഈ വിമാനത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഈ വിമാനം മുന്നോട്ട് പോവില്ല, അതുകൊണ്ടാണ് ഇത് സ്റ്റോപ്പായതെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാദേവൻ്റെ പാർശ്വതന്മാരിൽ വളരെ പ്രധാനിയായിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു നന്ദികേശ്വരൻ. അദ്ദേഹം ഇന്ന് മഹാദേവൻ്റെ പാർശ്വതന്മാരിൽ സന്തത സഹചാരികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ മഹാദേവ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, നന്ദികേശ്വരൻ്റെ ഒരു ചെവി അടച്ചു പിടിച്ചിട്ട് മറ്റേ ചെവിയിൽ ഇങ്ങനെ നമ്മുടെ നടക്കാനുള്ള കാര്യങ്ങൾ പറയും. മഹാദേവൻ്റെ നല്ല മൂഡ് നോക്കിയിട്ട് നന്ദികേശ്വരൻ അത് മഹാദേവനോട് പറയും. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, പേഴ്സണൽ അസിസ്റ്റൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്തായാലും എത്തേണ്ട ആളുടെ അടുത്ത് ആ കാര്യം എത്തും. അപ്പോൾ അവിടെ നന്ദികേശ്വരൻ ഒരു വാനരൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എവിടെ? നമ്മുടെ ഈ ദശഗ്രീവൻ്റെ പുഷ്പക വിമാനത്തിൽ കയറിയിട്ടാണ് എന്താ പറയുക യാത്ര ചെയ്യുന്നത്. അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദശാനനോട് പറയാണ്, ദശാനനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? രാവണനാണ്. അപ്പം ദശാനന, തിരിച്ചു പോ, ഇവിടെ നീ നിൽക്കേണ്ട. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ ക്രീഡാസ്ഥലമായിരിക്കുന്ന ശരവണം എന്ന സ്ഥലമാണിത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ ഇവിടെ നിൽക്കേണ്ട. ഇവിടെ ദേവന്മാരോ അസുരന്മാരോ ഗന്ധർവന്മാരോ യക്ഷരന്മാരോ രക്ഷസുകളോ ആരും പ്രവേശിക്കാൻ പാടില്ല. ഇത് മഹാദേവൻ്റെ സ്ഥലമാണ്. നന്ദികേശ്വരൻ്റെ ഈ വാക്കുകളെല്ലാം കൂടി കേട്ടപ്പോഴത്തേക്ക് ദശാനൻ അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ പരമേശ്വരൻ? എന്തുകൊണ്ടാണ് ഇവിടെ കയറാൻ പാടില്ല എന്ന് പറയുന്നത്? അത് ധിക്കാരത്തോടു കൂടി ചോദിച്ചുകൊണ്ട് വിമാനത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ദശാനനൻ ഇറങ്ങി. എന്നിട്ട് കൈലാസത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ നടന്നു ചെന്നു. ആ സമയത്ത് ശൂലം കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീ ശങ്കരനെ പോലെ പ്രശോഭിക്കുന്ന വാനരമുഖത്തോടു കൂടിയ നന്ദികേശ്വരനെ കണ്ടപ്പോൾ ദശഗ്രീവൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു? വാനരാന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കി. ദേഷ്യം വന്ന നന്ദികേശ്വരൻ എന്ത് ചെയ്തു? ദശഗ്രീവനെ അങ്ങ് ശപിച്ചു. വാനര രൂപം ധരിച്ച എന്നെ കണ്ടിട്ട് നീ ഇടിമിന്നൽ പോലെ നീ ചിരിച്ചുകൊണ്ട് എന്നെ പരിഹസിച്ചില്ലേ, അതുകൊണ്ട് എൻ്റെ ഈ രൂപത്തിൽ നഖവും പല്ലും ആയുധമാക്കിയിട്ടുള്ള അതീവ ബലശാലികളായിരിക്കുന്ന പർവ്വതം പോലെ ഇരിക്കുന്ന വാനരന്മാർ മൂലം നീയും നിൻ്റെ കുലവും നശിച്ചു പോകും, ഒരു സംശയവുമില്ല. ഞാൻ വിചാരിച്ചാൽ ഇപ്പം തന്നെ നിന്നെ കൊല്ലാൻ പറ്റും, പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം നീ നിൻ്റെ വൃത്തികെട്ട സ്വഭാവം കാരണം ഇപ്പോഴേ നീ മരിച്ചു കഴിഞ്ഞു. ആ സമയത്ത് നീ എപ്പോഴാണോ വധിക്കപ്പെടുന്നത് ആ സമയത്ത് ദേവന്മാർ ആകാശത്തിൽ വന്നിട്ട് ദുന്ദുബി നാദം മുഴക്കും. പുഷ്പങ്ങളിങ്ങനെ മഴ പോലെ പൊഴിച്ചുകൊണ്ടേയിരിക്കും.
ആ സമയത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ വിമാനത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച ഈ പർവ്വതം ഞാൻ കടയോടെ പിഴുതു കളയെന്ന് പറഞ്ഞുകൊണ്ട് ദശാസനൻ എന്ത് ചെയ്തു? നന്ദീശ്വരൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ പോകുന്ന വിമാനം ഈ പർവ്വതം കാരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഉടനെ ഞാൻ ഈ പർവ്വതം ഇവിടുന്ന് പിഴുതെറിയെന്നും പറഞ്ഞുകൊണ്ട് ദശാനനൻ എന്ത് ചെയ്തു? കൈലാസം എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് കൈകൾ കൊണ്ട് പൊക്കി അങ്ങ് എടുക്കാൻ വേണ്ടി തുടങ്ങി. പർവ്വതം ഒന്ന് കുലുങ്ങി. ശിവൻ്റെ ഭൂതഗണങ്ങളെല്ലാം കൊണ്ടൊന്ന് പ്രകമ്പനം കൊണ്ടു. പാർവതീദേവി വല്ലാതെ പേടിച്ച് മഹാദേവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു ഈ പർവ്വതം ഒന്ന് കുലുങ്ങിയപ്പോൾ. അപ്പോൾ മഹാദേവൻ എന്ത് ചെയ്ത്? അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് പർവ്വതത്തെ കളിയായൊന്ന രീതിയിൽ ചവിട്ടി ഒന്ന് താഴ്ത്തി. ദശാനൻ്റെ കൈകൾ അതിനടിയിൽ അങ്ങ് പെട്ടു. പർവ്വതം ഇങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കിയതല്ലേ, അപ്പോഴാണല്ലോ ഇതൊന്ന് കുലുങ്ങിയത്. മഹാദേവൻ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഈ പർവ്വതം ഒന്ന് അമർത്തി. അപ്പം കൈകൾ കൊണ്ട് ഇങ്ങനെ എടുത്തപ്പം പർവ്വതം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ പർവ്വതം കൈകൾ കൊണ്ട് പൊക്കിയപ്പം മഹാദേവൻ ഒന്ന് അമർത്തിയപ്പം ദശാനൻ്റെ കൈകൾ ആ പർവ്വതത്തിൻ്റെ അടിയിൽ പെട്ടു. ചതഞ്ഞരഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. വേദന സഹിക്കാൻ പറ്റാതെ ദശാനനൻ അങ്ങോട്ടേക്ക് കേൾക്കുന്നില്ലെന്നോ? ഗുരു മഹാരാജ് കി ജയ്. ഒന്നും കേൾക്കുന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കേൾക്കാമോ? ഒന്ന് മെസ്സേജ് ഇട്ടേ. ത്രിവേണിയമ്മ പറയുന്നു ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ലെന്ന്. കേൾക്കാം, കാണാനും പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ഫൈൻ. അപ്പോൾ അവിടുത്തെ എന്തോ കുഴപ്പമാണ്, ത്രിവേണിയമ്മയുടെ ഫോണിൻ്റെ എന്തോ കുഴപ്പമാണ്. ആ സമയത്ത് വേദന സഹിക്കാൻ പറ്റാതെ ദശാനനൻ അങ്ങ് ഉച്ചത്തിൽ അങ്ങ് കരയാൻ തുടങ്ങി. ആ നിലവിളി ശബ്ദം എല്ലാ ലോകങ്ങളിലും കേട്ടു. ശ്രീ പരമേശ്വരനെ തന്നെ സന്തോഷിപ്പിക്കുകയേ നിവർത്തിയുള്ളൂ എന്ന് സ്വന്തം അമാത്യന്മാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത്? വ്യത്യസ്തമായിരിക്കുന്ന കഥകൾ കൊണ്ടും വേദങ്ങൾ കൊണ്ടും സ്തുതികൾ കൊണ്ടും ശ്രീ ശങ്കരനെ അങ്ങ് സന്തോഷിപ്പിക്കാൻ തുടങ്ങി. സ്തുതിച്ചു. അപ്പോൾ ദശാനൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഇപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടെന്നോ? ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല ഇവിടെ. വളരെ സൈലൻ്റാണ്, നെറ്റും ക്ലിയറാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ നമ്മുടെ ലൈവ്? മെസ്സേജ് ഇടൂ. രേഖാമാതാജിയുടെ പൂവൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മെസ്സേജ് ഇട്ടേ. ക്ലിയർ അല്ലേ ലൈവ്? ലൈവ് ക്ലിയർ ആണോ എന്ന് മെസ്സേജ് ഇട്ടാൽ മതി എല്ലാവരും. രജനി മാതാജി പറഞ്ഞു ക്ലിയർ ആണെന്ന്. രാജി മാതാജിയാണ് കുഴപ്പമില്ല. ജിഷ മാതാജി ക്ലിയർ ആണ്. രേഖ മാതാജി ക്ലിയർ ആണ്. ക്ലിയർ, ഓക്കെ. അപ്പം നിങ്ങളുടെ അവിടുത്തെ എന്തോ നെറ്റിൻ്റെ ഇഷ്യൂസാണ്. ആ സമയത്ത് ദശാനൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു കൊടുത്തു, ശ്രീ ശങ്കരനെ സ്തുതിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. അല്ലാതെ കൈ ഇപ്പോൾ ഈ മലയുടെ അടിയിൽ പോയി പെട്ട് കിടക്കണം. നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ടേബിളിൻ്റെ അടിയിൽ പെട്ടാൽ തന്നെ തീർന്നു. അപ്പോൾ ദശാനൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോഴേക്കും കൂടെയുള്ളവർ പറഞ്ഞപ്പം എന്തായാലും ഇനിയിപ്പോൾ ശങ്കരനെ സ്തുതിക്കേ നിവർത്തിയുള്ളൂ, അല്ലാതെ കൈക്ക് രക്ഷയില്ല എന്ന് കണ്ടപ്പം ദശാനനൻ എന്ത് ചെയ്തു? ശങ്കരനെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. അങ്ങനെ 1000 സംവത്സരം കരഞ്ഞുകൊണ്ട് പരമശിവനെ സ്തുതിച്ചുകൊണ്ട് ദശാനൻ അവിടെ അങ്ങനെ കഴിച്ചുകൂടി. പ്രസന്നനായ ഉമാപതി, അതായത് മഹാദേവൻ, ഊന്നിയാകയാൽ പിൻവലിക്കുകയും ദശാനനൻ കൈകൾ പുറത്തെടുക്കുകയും ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പം പാവം മഹാദേവന് തോന്നി, പോട്ടെ അവൻ്റെ കൈ കുറേ നാളായില്ല ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ ആ കാലങ്ങ് പൊക്കിയെടുത്തപ്പോഴേക്കും കൈകളൊക്കെ പുറത്തെടുക്കാൻ പറ്റി. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്ത് ദശാനനോട് പറഞ്ഞു, നിന്റെ പരാക്രമത്താൽ ഞാൻ പ്രീതനായിരിക്കുന്നു. നിന്റെ തപസ് കൊണ്ടല്ല, നിന്റെ പരാക്രമം കൊണ്ട്. നിന്റെ കൈ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇത്രയും വേദനിച്ചില്ലേ, ആ പരാക്രമം കൊണ്ട് ഞാൻ സംപ്രീതനായിരിക്കുകയാണ്.
കൈകൾ പർവ്വതത്തിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞപ്പോൾ നീ ഉയർത്തിയ ശബ്ദം കൊണ്ട് 3 ലോകങ്ങളും ഇങ്ങനെ മുഖരിതമായിരിക്കുകയാണ്. അതുകൊണ്ട് നീ രാവണൻ എന്ന പേരോടുകൂടി അറിയപ്പെടും. അതായത് രാവം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? രാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത്, നിന്റെ കൈകൾ ഈ പർവ്വതത്തിൻ്റെ അടിയിൽ പെട്ടപ്പോൾ നീ ഉയർത്തിയ രാവം കൊണ്ട്, അതായത് ശബ്ദം കൊണ്ട് 3 ലോകങ്ങളും പ്രകമ്പനം കൊണ്ടു. അതുകൊണ്ട് ഇനി മുതൽ നീ രാവണൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ ശബ്ദം കേൾപ്പിച്ചതുകൊണ്ട് ലോകരാവണനായി തീർന്ന നിന്നെ ദേവന്മാരും മനുഷ്യന്മാരും യക്ഷരന്മാരും എല്ലാം രാവണൻ രാവണൻ എന്ന് വിളിക്കും. നീ നിന്റെ ഇഷ്ടമനുസരിച്ചുള്ള വഴിയിൽ കൂടെ നീ പൊയ്ക്കോ. നിനക്ക് ഏത് വഴിക്ക് പോകാൻ തോന്നുന്നു നീ ആ വഴിക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ രാവണൻ മഹാദേവനോട് പറഞ്ഞു, അങ്ങ് പ്രീതനായെങ്കിൽ എനിക്കൊരു വരം തരാമോ എന്ന് ചോദിച്ചു. മനുഷ്യരൊഴികെയുള്ളവരിൽ നിന്നുള്ള അവധ്വത്വം ബ്രഹ്മാവ് എനിക്ക് വരമായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എനിക്കൊരു ആയുധം തരും എന്ന് പറഞ്ഞു. അത് കേട്ട മഹാദേവൻ എന്ത് ചെയ്തു? രാവണന് ചന്ദ്രഹാസം എന്ന് പറയുന്ന ദിവ്യമായൊരു ഖഡ്ഗം നൽകി അനുഗ്രഹിച്ചു. ജയ് ഗുരുദേവ്. മഹാദേവൻ എന്ത് ചെയ്തു? ചന്ദ്രഹാസം എന്ന് പറയുന്ന ഖഡ്ഗം എന്ന് പറഞ്ഞ വാള് അത് കൊടുത്ത് അനുഗ്രഹിച്ചു. ഓക്കെ, അപ്പം രാവണന് മഹാദേവൻ കൊടുത്തതാണ് ചന്ദ്രഹാസം. ഓക്കെ, ക്ലിയർ? ഇതുവരെ മനസ്സിലായല്ലോ? രാവണൻ അങ്ങനെ അതൊക്കെ വാങ്ങി മഹാദേവനെ അഭിവാദ്യം ചെയ്ത് പുഷ്പക വിമാനത്തിൽ കയറി യാത്ര തുടങ്ങി. അതിൽ പിന്നെ രാവണൻ വീരന്മാരായ പല ക്ഷത്രിയ രാജാക്കന്മാരെയും അങ്ങോട്ട് പോയി കീഴടക്കി. രാവണൻ്റെ പരാക്രമം അറിഞ്ഞ് പലരും സ്വമേധയാ അങ്ങോട്ട് കീഴടങ്ങാൻ തുടങ്ങി. അത്രയും വലിയ പരാക്രമമാണ് രാവണൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പുഷ്പക വിമാനത്തിൽ കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ രാവണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹിമാലയ കാനനത്തിൽ, അതായത് ഹിമാലയത്തിൻ്റെ അടുത്തുള്ള വനങ്ങളിൽ വസിച്ചിരുന്ന ഒരു കന്യകയായിരുന്നു. കൃഷ്ണാജിനവും ജടയും ധരിച്ചവളും ദേവതയെപ്പോലെ ശോഭിക്കുന്നവളും അതീവ സുന്ദരിയുമായ ആ കന്യകയെ കണ്ട രാവണൻ അവളോട് ഭയങ്കരമായ പ്രേമം തോന്നി രാവണന്. ശില പ്രഭുപാദ് കി ജയ്. നിങ്ങൾ എന്നെക്കൊണ്ട് ഇതിങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി തന്നെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലേ? തരാം നിങ്ങൾക്ക് എല്ലാവരും. കണ്ണാ എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ചിരി തുടങ്ങി കാണും. അങ്ങനെ രാവണന് ആ സ്ത്രീയോട് ഭയങ്കരം ഒരു പ്രേമം തോന്നി. എന്നിട്ട് രാവണൻ അവളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഭദ്രേ, നിന്റെ യൗവനത്തിന് യോജിക്കാത്ത മട്ടിൽ നീ എന്തിനാ ഈ കാട്ടിലിങ്ങനെ ജീവിക്കുന്നത്? നിന്റെ രൂപലാവണ്യവും യൗവനവും ഇങ്ങനെ തപസ് ചെയ്ത് നശിപ്പിക്കേണ്ടതല്ല. നീ ഈ കാട്ടിൽ വന്നിട്ട് എന്തിനാ ഇങ്ങനെ തപസ് ചെയ്യുന്നത്? അങ്ങനെ കളയാനുള്ളതല്ല നിന്റെ ജീവിതം. നീ ആരാ? എങ്ങനെ ഈ കാട്ടിലെത്തി? നിന്റെ ഭർത്താവായിരിക്കുന്ന ഭാഗ്യവാൻ ആരാണ്? എല്ലാം നീ എന്നോട് വിസ്തരിച്ച് പറയൂ എന്ന് പറഞ്ഞു. അതിനുത്തരമായിട്ട് ആ കന്യക പറഞ്ഞു, ബൃഹസ്പതിയുടെ പുത്രനായ കുശധ്വജൻ എന്ന ബ്രഹ്മർഷി വര്യൻ്റെ പുത്രിയാണ് ഞാൻ. ആരാണ്? ബൃഹസ്പതിയുടെ മകനായിരിക്കുന്ന കുശധ്വജൻ എന്ന ബ്രഹ്മർഷി വര്യൻ്റെ മകളാണ് ഞാൻ. വേദവതി എന്നാണ് എൻ്റെ പേര്. എന്താണ്? വേദവതി. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പേര്, പക്ഷെ ആരാണെന്നൊന്നും അറിയില്ലായിരുന്നു. വേദവതി എന്നാണ് എൻ്റെ പേര്. എന്നെ ലഭിക്കാനായിട്ട് ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും പന്നകന്മാരും ഒക്കെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വരനായി, എൻ്റെ ഭർത്താവായി സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ എൻ്റെ പിതാവ് അത് കാരണം എന്നെ ആർക്കും കൊടുത്തില്ല. എന്നെ ലഭിക്കാതിരുന്ന ദേഷ്യം കൊണ്ട് ശംഭു എന്നു പേരായ ഒരു അസുര രാജാവ് ഉറങ്ങിക്കിടന്ന് എൻ്റെ അച്ഛനെ അങ്ങ് കൊന്നുകളഞ്ഞു. വിഷമിച്ച എൻ്റെ മാതാവ് എന്ത് ചെയ്തു? എൻ്റെ അച്ഛൻ മരിച്ചു എന്നുള്ള ആ വിഷമം കൊണ്ട് എൻ്റെ അമ്മ അച്ഛൻ്റെ ചിതയിൽ ചാടി മരിക്കുകയും ചെയ്തു. കുശധ്വജൻ എന്ന് പറയുന്ന ആളുടെ മോളാണ്. അപ്പം അച്ഛൻ്റെ ചിതയിൽ ചാടി അമ്മ ആത്മഹത്യയും ചെയ്തു. ഞാനും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ, എൻ്റെ അച്ഛൻ്റെയും ആഗ്രഹം എന്നെ വിഷ്ണുവിന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണനെ തന്നെ എനിക്ക് ഭർത്താവായി കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യാണ്. പുരുഷോത്തമനായ അദ്ദേഹത്തെ അല്ലാതെ
മറ്റാരെയും ഞാൻ ഭർത്താവായി സ്വീകരിക്കില്ല. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ തപശക്തി കൊണ്ട് ഞാൻ അറിയുന്നുണ്ട്. അതിനാൽ ഹേ രാക്ഷേശ്വര, പോയാലും ഇവിടുന്ന് പോ രാക്ഷസ, നീ ഇവിടെ നിൽക്കണ്ട, വേഗം പോവും, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഇത് കേട്ട രാവണൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നിട്ട് വീണ്ടും അവളോട് പറഞ്ഞു, നീ എന്നെ ഭർത്താവായി സ്വീകരിക്കൂ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വേദവതിയാകട്ടെ രാവണൻ്റെ ഈ അഭ്യർത്ഥന കേട്ടപ്പം വീണ്ടും ദേഷ്യപ്പെട്ടു. താൻ മഹാവിഷ്ണുവിനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്ന് ഷടിച്ചങ്ങോട്ട് പറഞ്ഞു. രാവണൻ ഉടനെ എന്താ ചെയ്തത്? വേദവതിയുടെ തലമുടിക്ക് അങ്ങ് ചുറ്റിപ്പിടിച്ചു. അപ്പോൾ ദേഷ്യം വന്ന വേദവതി എന്ത് ചെയ്തു എന്നറിയാമോ? വാളുപോലെ ആയിത്തീർന്ന അവളുടെ കൈകൊണ്ട് സ്വന്തം തലമുടി അങ്ങ് മുറിച്ചു കളഞ്ഞു. വേദവതിയുടെ കൈകൾ വാള് പോലെയായി. ആ വാള് പോലെയുള്ള കൈകൾ കൊണ്ട് അവൾ അവളുടെ തലമുടി അങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്യും എന്ന ആ ഒരു ഉറച്ച നിശ്ചയത്തോടെ അവിടെ തീ ഉണ്ടാക്കി അഗ്നി ജ്വലിപ്പിച്ചു. ദേഷ്യം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ജ്വലിച്ചു നിൽക്കുന്ന രാവണനെ ദഹിപ്പിക്കുന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു, ഹേ രാക്ഷസാധമ, നിന്നാൽ ആക്രമിക്കപ്പെട്ട ഞാൻ ഇനി ജീവിച്ചിരിക്കുകയില്ല. നീ നോക്കി നിൽക്കെ തന്നെ അഗ്നിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. പാപാത്മാവായ നിന്നാൽ ദർശിക്കപ്പെട്ട കാരണം ഞാൻ നിന്റെ വധത്തിന് കാരണഭൂതയായി വീണ്ടും ജനിക്കും. നീ നോക്കിക്കോ, നീ കാരണമാണ് ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നീ ആലോചിച്ചോ, ഞാൻ ഇനിയും നിന്റെ വധത്തിന് കാരണമായിട്ട് ഞാൻ ഇനിയും ജനിക്കും. നീ ആലോചിച്ച് വെച്ചോളാൻ പറഞ്ഞു. പാപിയായ നിന്നെ ഒരു സ്ത്രീയായ ഞാൻ വധിക്കാൻ ആളല്ല. നിന്നെ ശപിച്ചാൽ എൻ്റെ തപശക്തിക്ക് കുറവ് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ഒരു ധർമാത്മാവിൻ്റെ മകളായിട്ട് അയോനിജയായി ജനിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ രീതിയിൽ പറഞ്ഞിട്ട് ആ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് സ്വയം വേദവതി അങ്ങ് പ്രവേശിച്ചു. തത്സമയം, അതായത് ആ സമയത്ത് ആകാശത്ത് നിന്ന് ഇങ്ങനെ പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അടുത്ത ജന്മത്തിൽ ഒരു താമരപ്പൂവിൽ സ്വയം ആ വേദവതി ജനിച്ചു. ആ ശിശു രാവണൻ്റെ കയ്യിൽ ചെന്ന് പെട്ടു. രാവണൻ എന്ത് ചെയ്തു? നല്ല ഭംഗിയുള്ള ആ ഒരു സുന്ദരിയായ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി മന്ത്രിയെ കാണിച്ചു കൊടുത്തു. സ്വന്തം ഗൃഹത്തിൽ, അതായത് സ്വന്തം വീട്ടിൽ വളർത്തിയാൽ അവൾ മരണത്തിന് കാരണമാകുമെന്ന് ലക്ഷണജ്ഞർ പറഞ്ഞതനുസരിച്ച് രാവണൻ കൊണ്ടുപോയി അവളെ സമുദ്രത്തിൽ കളഞ്ഞു. കുറച്ച് ഈ ജ്യോത്സ്യം നോക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, ഈ കുട്ടിയെ രാവണ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തിയാൽ അത് നിങ്ങളുടെ മരണത്തിന് കാരണമാവുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി രാവണൻ കൊണ്ടുപോയി ഈ കുട്ടിയെ എവിടെ കളഞ്ഞു? സമുദ്രത്തിൽ കളഞ്ഞു. ആ ശിശു, ആ കുട്ടി കരയ്ക്കടുത്ത് വന്നിട്ട് യജ്ഞാർഹയായ ഒരു സ്ഥാനത്തേക്ക് ആ കുട്ടി എത്തി. ജനക മഹാരാജാവ് എന്ത് ചെയ്തു? യജ്ഞാർത്ഥം നിലമുഴുതപ്പോൾ, യജ്ഞം ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിലമുഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനക മഹാരാജാവിന് ഈ കുഞ്ഞിനെ കിട്ടി. അദ്ദേഹം അവളെ സ്വന്തം മകളെ പോലെ വളർത്താൻ തുടങ്ങി. ഉഴവുചാലിൽ നിന്നും ലഭിച്ചതുകൊണ്ട്, അതായത് അറിയാലോ ഇങ്ങനെ ഉഴവുന്ന ചാൽ, എനിക്കും കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല, നിലമുഴുത് ഇങ്ങനെ ചെയ്യുന്ന സംഭവമില്ലേ അത്. ദിവ്യനെ ഞാൻ ഇപ്പോൾ ശരിയാവും. അങ്ങനെ ഉഴവുചാലിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് അദ്ദേഹം അവൾക്ക് സീത എന്ന പേര് കൊടുത്തു. ഇപ്പം മനസ്സിലായോ സീതയൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത്? സീതയുടെ പൂർവ്വജന്മമാണ് വേദവതി. ഓക്കെ, വേദവതി ആരായിരുന്നു? കുശധ്വജൻ്റെ മകളായിരുന്നു. മഹാവിഷ്ണുവിനെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂ എന്ന ആഗ്രഹം കൊണ്ട് എന്താ പറയുക, കുറേ അസുരന്മാരും ദക്ഷന്മാരും ഒക്കെ വന്ന് പെണ്ണ് ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് കുശധ്വജനെ ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊന്നു കളഞ്ഞു. ആ വിഷമത്തിൽ അമ്മയും മരിച്ചു. എന്താ പറയുക, കുശധ്വജൻ്റെ ഭാര്യയും ആത്മഹത്യ ചെയ്തു. അങ്ങനെ വേദവതി എന്താ പറയുക, ഇവിടെ ഹിമാലയത്തിലിരുന്ന് തപസ് ചെയ്യുന്ന സമയത്താണ് രാവണൻ വരുന്നത്. ക്ലിയർ? എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ?
അങ്ങനെ ജനക മഹാരാജാവ് ആ കുട്ടിക്ക് സീത എന്ന പേര് കൊടുത്തു. ത്വര കൂടിപ്പോയതാണല്ലേ. ത്വര ഞാൻ തീർത്തു തരാട്ടോ, ത്രിവേണി സംഗമം മറക്കണ്ട. അങ്ങനെ കൃതയുഗത്തിൽ വേദവതി എന്ന പേരിൽ തപസ്വിനിയായിരുന്ന അവൾ തന്നെയാണ് തേത്രായുഗത്തിൽ സീതയായി ശ്രീരാമൻ്റെ ഭാര്യയായി വരുന്നത്. രാവണവധത്തിന് കാരണഭൂതയായി തീർന്നതെന്നും അഗസ്ത്യമുനി ആരോട് പറഞ്ഞു? ശ്രീരാമനോട് പറഞ്ഞു. കാരണം വേദവതി പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ മരണകാരണമായിട്ട് ഞാൻ വീണ്ടും ജനിക്കുന്നു. ഉറപ്പായിട്ട് നോക്കൂ, നിന്റെ മരണകാരണമായിട്ട് വേദവതി എന്ന ഞാൻ വീണ്ടും ജനിക്കുന്നു പറഞ്ഞു. അങ്ങനെ താമരപ്പൂവിൽ ജനിച്ച സീതയെ രാവണൻ തന്നെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പം നമ്മുടെ കുറേ ആൾക്കാർ പറഞ്ഞു കൊടുത്തു, ജ്യോത്സ്യർ പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങളുടെ മരണത്തിന് കാരണമാവുമെന്ന് പറഞ്ഞപ്പോൾ സമുദ്രത്തിൽ കൊണ്ടിട്ടു. സമുദ്രത്തിൽ നിന്നിങ്ങനെ പോയി 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 ആ കുട്ടി എന്താ പറയുക, യജ്ഞശാലിൻ്റെ അടുത്ത് ഉഴവ് ശാലിൻ്റെ അടുത്ത് വന്ന് കിട്ടി. ആർക്ക് കിട്ടി? ജനക മഹാരാജാവിന് കിട്ടി. ജനക മഹാരാജാവ് ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയ ആ പെൺകുട്ടിക്ക് എന്ത് പേരിട്ടു? സീത എന്ന പേരിട്ടു. അങ്ങനെ കൃതയുഗത്തിൽ വേദവതിയായി ജനിച്ച ആ തപസ്വിനിയായിരുന്നു തേത്രായുഗത്തിൽ സീതയായിട്ട് വരുന്നത്. അങ്ങനെ കുശധ്വജൻ്റെയും ആഗ്രഹപ്രകാരം മഹാവിഷ്ണുവിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പം സീതാദേവി ആരായി? ശ്രീരാമൻ്റെ ഭാര്യയായി. ബിന്ദുമ്മ ഡോറൊക്കെ അടച്ച് ജനലടച്ചോളൂ കേട്ടോ, കൊതുക് കയറുവേ. ബിന്ദുമ്മ രാവണവധത്തിന് ആരാണ് കാരണം? സീത തന്നെയായിരുന്നു കാരണം. ഇതാരാ പറയുന്നത്? അഗസ്ത്യ മഹർഷി ശ്രീരാമസ്വാമിയോട് പറയാണ്. അങ്ങനെ വേദവതി അഗ്നിപ്രവേശം ചെയ്തത് കണ്ട രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി വീണ്ടും സഞ്ചരിച്ചു. വേദവതി ഇത് ചെയ്തല്ലോ, അപ്പോൾ രാവണന് പ്രായം കുറേ കാണുമല്ലോ എന്ന് അതറിയില്ല അല്ലേ. നമ്മുടെ കലിയുഗം ഒഴികെ ബാക്കി യുഗത്തിലെല്ലാം ആളുകളുടെ ഹൈറ്റ്, വെയിറ്റ്, പ്രായം അതൊക്കെ ഒരുപാട് കൂടുതലാണ്. മനസ്സിലായില്ലേ? ഒത്തിരി കൂടുതലാണ്. എന്താ പറയുക, 8 അടി 10 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും. സംവത്സരങ്ങളോളം ജീവിക്കും അവർ. വാർദ്ധക്യം അങ്ങനെ ഉണ്ടാവില്ല, യൗവനം തന്നെയായിരിക്കും. കലിയുഗത്തിലാണ് ഈ വാർദ്ധക്യമൊക്കെ വരുന്നത്, പ്രായം കുറഞ്ഞ് മരണം സംഭവിക്കുന്നതൊക്കെ. അങ്ങനെ വേദവതി അഗ്നിയിൽ ചാടി മരിച്ചത് കണ്ടപ്പം രാവണൻ എന്ത് ചെയ്തു? പുഷ്പക വിമാനത്തിൽ കയറി അങ്ങ് പോയി. പിന്നീട് രാവണൻ എത്തിയത് മരുത്തൻ എന്ന് പറയുന്ന രാജാവിൻ്റെ യാഗശാലയിലായിരുന്നു. ബൃഹസ്പതിയുടെ സഹോദരനായിരിക്കുന്ന സംവർത്തനായിരുന്നു യാഗം ചെയ്തുകൊണ്ടിരുന്നത്. സുധി ബാലത്തിങ്കൽ സുധി ഉറക്കത്തിൽ ചാടി വന്നിട്ട് അതെ 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 സത്യം സത്യം സത്യം. എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ, ആ സത്യം. എന്താ സത്യം? ഞങ്ങളെന്താ പറഞ്ഞത് ഇവിടെ? പകലുറക്കമായിരുന്നല്ലേ, ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് വന്നല്ലേ. ബൃഹസ്പതിയുടെ സഹോദരനായിരിക്കുന്ന സംവർത്തനായിരുന്നു അവിടെ യാഗം ചെയ്തുകൊണ്ടിരുന്നത്. വരലബ്ധിയാൽ ദുർജയനായിരുന്ന രാവണന്റെ വരവ് കണ്ടിട്ട്, അതായത് വരം വന്നപ്പം വരം ലഭിച്ചിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷത്തോടെ അഹങ്കാരത്തോടു കൂടിയ രാവണന്റെ വരവ് കണ്ടപ്പം യാഗശാലയിൽ ഉണ്ടായിരുന്ന ഇന്ദ്രാദി ദേവന്മാരൊക്കെ പേടിച്ച് എന്താ പറയുക, ഭയപ്പെട്ട് ഓരോ തീയർക്കിൻ്റെ രൂപത്തിൽ വേഷപ്രച്ഛന്നനായി. അതായത് വേഷം മാറി. ഓരോരുത്തരും വേഷം മാറി. ഇന്ദ്രൻ എന്ത് ചെയ്ത്? ഒരു മയൂരമായിട്ടും, കാലൻ ഒരു കാക്കയായിട്ടും, വരുണൻ ഒരു ഹംസമായിട്ടും, വൈശ്രവണൻ ഒരു ഓന്തായിട്ടൊക്കെ മാറി. എല്ലാവരും രൂപവും വേഷമൊക്കെ അങ്ങ് മാറി. എല്ലാവരും അങ്ങ് മാറി. സുധി അമ്മയോട് അമ്മേ ഒരു ചായ എന്ന് പറഞ്ഞ് സമയം നോക്കാൻ വേണ്ടി മൊബൈൽ എടുത്തപ്പോൾ അയ്യോ ഗുരുവായൂർ മഞ്ജരീസ് ലൈവ്. ഉടനെ ശ്രുതി അങ്ങോട്ട് ചാടി കയറി എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് സത്യം സത്യം സത്യം. അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ശ്രുതി ഓർത്തില്ല, ഉറങ്ങിപ്പോയില്ലേ? അതാ പറഞ്ഞത്, ഞങ്ങൾക്കറിയില്ലേ ശ്രുതി, ഇവിടെ ഇരിക്കുന്ന ആൾ ആരാണ്? ചില്ലറക്കാരനല്ലല്ലോ. അങ്ങനെ രാവണൻ്റെ വരവ് കണ്ടപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വേഷം മാറി. ഇന്ദ്രൻ ഒരു മയൂരമായി നിന്നു, കാലൻ ഒരു കാക്കയായി മാറി, വരുണൻ ഒരു ഹംസമായി മാറി, വൈശ്രവണൻ ഒരു ഓന്തായി മാറി. എല്ലാവരും വേഷമൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. യാഗശാലയിലിരുന്ന മരുത്തനോട് രാവണൻ പറഞ്ഞു, ഹേ രാജൻ, ഒന്നുകിൽ യുദ്ധത്തിനിറങ്ങുക, അല്ലെങ്കിൽ പരാജിതനായെന്ന് സ്വയം സമ്മതിക്കുക. ഈ രാവണൻ എല്ലായിടത്തും കയറി തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മരുത്തൻ രാവണനോട് ആരാണെന്ന് ചോദിച്ചു.
മറുപടിയായിട്ട് രാവണൻ പറഞ്ഞു, കുബേരൻ്റെ അനുജനായ രാവണനാണു ഞാൻ. എന്താണ്? മരുത്തൻ ചോദിച്ചു, അങ്ങ് ആരാ? മനസ്സിലായില്ല. അന്നേരം പറഞ്ഞു, കുബേരൻ്റെ അനുജനായ രാവണനാണ് ഞാൻ. രാക്ഷസാധിപനും ലങ്കേശനുമായിരിക്കുന്ന എൻ്റെ ഫലമറിയാതെ 3 ലോകത്തിലും ആരാണുള്ളത്? ഞാൻ വലിയ സംഭവ ബഹുലമായ ഒരാളാണ്. എൻ്റെ ശക്തി അറിയാത്ത ആരാളുള്ളതെന്ന്. അതേ സൈന ചേച്ചി, ജ്യേഷ്ഠനായ കുബേരനെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്തതാണ് ഈ പുഷ്പക വിമാനം എന്ന് പറഞ്ഞു. ഒരൊറ്റ മിനിറ്റ് കേട്ടോ, ഒറ്റ സെക്കൻഡ്. അമ്മു, ചെമ്പരത്തി പൂ തരുമോ അല്ലേ? ഇല എங்கே இருக்கும்? എங்கே கிடைக்கும்? கிளாஸ் முடிச்சுட்டு நம்ம ஒரு ரவுண்டு போகலாமா? ஏன் நம்ம வீட்டில் பார்த்துட்டு நிற்கிறாங்கல்ல? இல்லை, இன்னைக்கு வேணும். இல்லை, அவங்கள்ட்ட கிட்ட பறிச்சு தருவாங்கன்னு சொல்கிறேன். அதெல்லாம் கிடைக்காது, வேண்டாம். நம்ம இன்னைக்கு கொஞ்சம் போய் கண்டுபிடிச்சிடலாமா? கிளாஸ் முடிச்சுட்டு சொல்கிறேன். ஓகே. അപ്പം പറഞ്ഞു, കുബേരനെ പരാജയപ്പെടുത്തിയിട്ട് ഞാൻ സ്വന്തമാക്കിയതാണ് ഈ പുഷ്പക വിമാനം. ഒരു ടീ പോട്ട് കൊടുങ്ങ ബിന്ദമ്മ, പാലിരിക്കല്ലേ. ഇത് കേട്ട മരുത്തൻ ദേഷ്യത്തോടു കൂടി ബിൽ കൊണ്ടുവന്ന് വെക്കും. ഇന്നത് എന്താ ബില്ല്? ഓ, 1,19,800 അടയ്ക്കണം. അത് സ്കൂൾ ഫീസാ? കണ്ടോ, അവള് സ്കൂൾ ഫീസ് കൊണ്ടുവന്ന് വെച്ചേക്കാം. ഞാൻ ഞെട്ടിപ്പോയി. ശരി, കെട്ടിക്കൊടുക്കറേ. 1,19,000 രൂപ അവൾ എൻ്റെ തലയിൽ കൊണ്ടിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. ஆமாம், அம்மு வந்து குபேரன். இதோ வச்சுட்டு இருக்குது பாருங்க. ஓஹோ, அப்போ கடவுள் அங்கே படுக்காது. கடவுள் அந்த இடத்துல படுக்க வேண்டாம், கீழே போயிடும். എനിക്ക് വയസ്സാവുന്നത് വരെ അവളെന്നെ നോക്കിക്കോളാന്ന്. അത് കഴിഞ്ഞാൽ അവളെന്നെ താഴെ ഇടുമെന്ന്. എന്നിട്ട് പറയാണ്, രാവണൻ പറയാണ്, കണ്ടോ, കുബേരനെ എന്താ പറയാ തോൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പുഷ്പക വിമാനം സ്വന്തമാക്കിയത് എന്ന് പറഞ്ഞു. എന്താമോ? ഇത് കേട്ട മരുത്തൻ ദേഷ്യത്തോടു കൂടി അമ്മുവിൻ്റെ മക്കളുടെ ഫീസ്, അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, ആ കുട്ടിയെ ഇനി സ്കൂളിൽ ഇരുത്തില്ല. അപ്പം ഞാനൊരു ലെറ്റർ ഹെഡൊക്കെ കൊടുത്തിട്ട് പിടിച്ച് എക്സാം എഴുതാൻ വേണ്ടി ഒരു 1 hour அப்புறம் கால் பண்ண சொல்லுங்க. இப்போ கிளாஸில் இருக்குன்னு சொல்லுங்க. അപ്പോൾ ആ കുട്ടി ഇനി എക്സാം അവർ സ്കൂളിൽ ഇരുത്തൂല എന്ന് പറഞ്ഞു. കുറച്ച് ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പം ടോട്ടൽ ഞാൻ പോയി സംസാരിച്ച് ക്ലിയർ ആക്കി അവരെ പിടിച്ചു നിർത്തിയാണ്. പിന്നെ ഇപ്പോൾ ഇത് അടച്ചു കൊടുക്കണം, നമ്മളെ ട്രസ്റ്റ് അടച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ട മരുത്തൻ ദേഷ്യത്തോടു കൂടി രാവണനെ അപഹസിച്ച ശേഷം അമ്പും വില്ലും എടുത്ത് ദേഷ്യത്തോടു കൂടി അങ്ങ് യുദ്ധത്തിനിറങ്ങി. അത് കണ്ട സംവർത്തൻ എന്ത് ചെയ്ത് മരുത്തനെ തടഞ്ഞുകൊണ്ട് യാഗം സമാപിപ്പിക്കാതെ യുദ്ധത്തിനിറങ്ങുന്നത് നിഷിദ്ധമാണെന്നും മഹേശ്വരനെ സംബന്ധിച്ചുള്ള ആ യാഗം സമാപ്തമാകിയാൽ കുലം തന്നെ ദഹിച്ചു പോകുമെന്നും ഉപദേശിച്ചു. അതനുസരിച്ച് മരുത്തൻ എന്ത് ചെയ്ത് ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വസ്ഥനായിട്ട് യജ്ഞത്തിൽ അങ്ങ് വ്യാപൃതനായി. അദ്ദേഹം പരാജിതനായിട്ട് രാവണഭൃത്യനായ ശുഗൻ അങ്ങ് പറഞ്ഞു. രാവണന്റെ ഭൃത്യന്റെ പേരാണ് ശുഗൻ. അദ്ദേഹം പറഞ്ഞു, മരുത്തൻ തോറ്റു പിന്മാറി എന്നങ്ങ് പറഞ്ഞു. രാവണനാകട്ടെ യാഗത്തിൽ പങ്കുകൊള്ളാൻ എത്തിച്ചേർന്നിരുന്ന മഹർഷിമാരെ ഭക്ഷിച്ച ശേഷം, രാവണൻ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന കുറേ മഹർഷിമാരുണ്ടായിരുന്നു, അവരെയൊക്കെ തിന്ന ശേഷം തൃപ്തി വരാതെ രാവണൻ അവിടുന്ന് കുറേ രക്തവും കുടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. എല്ലായിടത്തും പോയി രാവണൻ എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവണൻ അവിടം വിട്ട് പോയതിന് ശേഷം വേഷപ്രച്ഛന്നരായി നിന്ന ദേവന്മാർ സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു. ഇല്ലേ, രാവണൻ ഇവരെയൊക്കെ പിടിച്ചു തിന്നുമായിരുന്നു. അങ്ങനെ അവർ ഓരോരുത്തരും താൻ ഏത് ജീവിയുടെ രൂപം കൈക്കൊണ്ടായിരുന്നുവോ രാവണനിൽ നിന്ന് മറഞ്ഞിരുന്നത്, ആ ജീവിക്ക് ഓരോ അനുഗ്രഹവും കൊടുത്തു. ഓരോരുത്തർ ഓരോ രൂപം മാറിയിട്ടുണ്ടല്ലോ. ഇന്ദ്രൻ മയൂരമായി, കാലൻ കാക്കയായി, വരുണൻ ഹംസമായി, വൈശ്രവണൻ ഓന്തായി, ഓരോരുത്തർ ഓരോ രൂപം മാറിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ദേവന്മാരെല്ലാവരും അവരവർ മാറിയ ആ പക്ഷികളെ വിളിച്ചിട്ട് ഓരോ അനുഗ്രഹം കൊടുത്തു. ഇന്ദ്രൻ മയിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മയൂരമേ, എനിക്ക് സന്തോഷമായി, നിന്റെ രൂപം ധരിച്ച് ഞാൻ രാവണൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. നിന്റെ വർഗക്കാർക്ക് സർപ്പങ്ങളിൽ നിന്ന് ഭയം ഉണ്ടാവില്ല. നിന്റെ വർഗത്തിന് സർപ്പത്തെ ഇനി പേടിക്കേണ്ട കാര്യമില്ല.
നിങ്ങളുടെ വെറും നീല നിറമായ പീലികളിൽ ഭംഗിയുള്ള കണ്ണുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. മയിൽപീലിയിൽ അങ്ങനെയാണ് കണ്ണ് വന്നത്. നിങ്ങളുടെ ഭംഗിയുള്ള പീലികളിൽ ഇനി കണ്ണുകൾ ഉണ്ടാവും. ഞാൻ മഴ പെയ്യിക്കുമ്പോൾ, ഇന്ദ്രൻ പറയാണ്, എല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ, ഞാൻ മഴ പെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്രകാരം മയിലുകൾ പീലികളിൽ ഭംഗിയുള്ള കണ്ണുകളായി തീർന്നു. ഓക്കെ. കാക്കയെ വിളിച്ചിട്ട് ധർമ്മരാജൻ, അതായത് കാലൻ പറഞ്ഞു, പ്രീതനായ ഞാൻ പറയുന്നത് കേൾക്കുക. മറ്റെല്ലാ പ്രാണികളും രോഗങ്ങളാൽ പീഡിതമാകുമെങ്കിലും എൻ്റെ അനുഗ്രഹം മൂലം നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാലൻ്റെ അനുഗ്രഹം കൊണ്ട് കാക്കയ്ക്ക് രോഗം വരില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, മനുഷ്യരാൽ വധിക്കപ്പെട്ടല്ലാതെ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല. അമരത്വം കൊടുത്തു കാക്കയ്ക്ക്. നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല. മനുഷ്യനാരേലും നിങ്ങളെ കൊന്നാൽ കൊന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല. നിങ്ങൾ ഭുജിച്ചാൽ പിതൃക്കൾ തൃപ്തരാകും. കാലം പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിതൃക്കൾ തൃപ്തരാകുമെന്ന് പറഞ്ഞു. അതായത് ബലി ഭുജിക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കാക്കയെ നമ്മൾ കാ 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 എന്ന് പറഞ്ഞിട്ട് ബലിയിടുന്ന സമയത്ത് വിളിക്കുന്നത്. ഓക്കെ, ആ കഥയും കിട്ടിയില്ലേ? ഈ കഥ അറിയാമായിരുന്നോ? അമ്മു പാലങ്കി ഇരിക്ക്, നീയെ ടീ പോട്ടുകോ. ക്ലിയർ? ഈ കഥ മനസ്സിലായില്ലേ? എങ്ങനെയാണ് കാക്കയ്ക്ക് അമരത്വം ലഭിച്ചത്? കാക്ക എങ്ങനെയാണ് ബലിതർപ്പണം ചെയ്യുന്ന സമയത്ത് കാക്കയെ വിളിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഒക്കെ മനസ്സിലായില്ലേ? അങ്ങനെ വരുണൻ ഹംസത്തിനെ വിളിച്ചു. ഹംസത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വർണ്ണം ചന്ദ്രമണ്ഡലം പോലെ ശുഭ്രവർണ്ണമായി തീരട്ടെ. അതായത് നിങ്ങളുടെ കളറ് ചന്ദ്രനെ പോലെ വെളുത്തതായി മാറട്ടെ. അതിനു മുൻപ് ഹംസങ്ങളുടെ വർണ്ണം പൂർണ്ണമായിട്ടും വെളുപ്പായിരുന്നില്ല. അതായത് ഈ താറാവല്ലേ, അരയന്നം, അവരുടെ വർഗം വെള്ളയായിരുന്നില്ല അതിനു മുമ്പ്. ചിറകുകളുടെ അറ്റം നീലവർണ്ണം കലർന്നവയും കൊക്ക് ഉണക്കപ്പുല്ലിൻ്റെ നിറവുമുള്ളവയായിരുന്നു അത്രേ. ഓന്തിനെ വിളിച്ചിട്ട് വൈശ്രവണൻ പറഞ്ഞു, നിങ്ങളിൽ പ്രീതനായ ഞാൻ നിങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹം തരാൻ പോവാണ്. കാഞ്ചനവർണ്ണമായ മകുടവും സ്വർണ്ണ നിറവും ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. നിങ്ങൾക്ക് അപ്പം പരിസ്ഥിതിക്കനുസരിച്ച് നിറം മാറാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരോ ജീവികൾക്കും അനുഗ്രഹം നൽകിയ ശേഷം ദേവന്മാർ അവരവരുടെ സ്ഥാനത്തേക്ക് പോകും. ഇപ്പം അത് മനസ്സിലായില്ലേ? മരുത്തന്റെ യാഗശാല വിട്ടിട്ട് ആര് പോയി? രാവണൻ പോയി. യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് രാജാക്കന്മാരുടെ നഗരങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ, ഈ കഥ ഒന്നുകൂടി കേൾക്കണമെന്ന് ഞാൻ വീണ്ടും പറയണമെന്നാണോ മാതാജി? ഒരാൾക്ക് മനസ്സിലാവാൻ ഞാൻ വീണ്ടും പറയും. ഇത് വീണ്ടും പറയണമെന്നാണോ, അല്ലെങ്കിൽ മാതാജി കേട്ടോളൂ? സുമാ സുധാകരൻ ഒന്നുകൂടെ മെസ്സേജ് ഇടണം കേട്ടോ. മാതാജി കേട്ടോളൂ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നുകൂടെ സ്റ്റാർട്ടിങ് മുതൽ ഈ കഥ പറയണോ? അല്ല, എന്തായാലും പറഞ്ഞോളൂ, എനിക്കൊരു വിഷമമില്ല, ഞാൻ പറഞ്ഞുതരും. കേൾക്കണമെന്നാണെങ്കിൽ ഞാൻ വീണ്ടും ഈ കഥ തുടക്കം മുതൽ പറഞ്ഞുതരും. എനിക്കൊന്നും വിഷയമില്ല, പറഞ്ഞുതരാം. അതിനെന്താ, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. വേദവതി അഗ്നിപ്രവേശം ചെയ്തതിന് ശേഷം രാവണൻ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യണേ, രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി യാത്ര തുടങ്ങി. രാവണൻ എത്തിയത് മരുത്തൻ എന്ന് പറയുന്ന രാജാവിൻ്റെ യാഗശാലയിലായിരുന്നു. ബൃഹസ്പതിയുടെ സഹോദരനായ സംവർത്തനായിരുന്നു യാഗം ചെയ്തുകൊണ്ടിരുന്നത്. ബൃഹസ്പതിയുടെ സഹോദരനായ സംവർത്തനാണ് യാഗം ചെയ്തുകൊണ്ടിരുന്നത്. വരം കിട്ടിയിട്ട് ആരെയും പേടിക്കാതെ ആരെയും പേടിക്കാതിരുന്ന രാവണന്റെ വരവ് കണ്ടപ്പം യാഗശാലയിൽ ഉണ്ടായിരുന്ന ഇന്ദ്രന്മാരും ദേവന്മാരൊക്കെ പേടിച്ചിട്ട് ഓരോരുത്തരും വേഷം മാറി. ഇന്ദ്രൻ ഒരു മയിലായി മാറി, കാലൻ ഒരു കാക്കയായി മാറി, വരുണൻ ഒരു ഹംസമായി മാറി, വൈശ്രവൻ ഒരു ഓന്തായി മാറി. യാഗശാലയിലുണ്ടായ മരുത്തനോട് രാവണൻ പറഞ്ഞു, ഹേ രാജൻ, ഒന്നുകിൽ നീ യുദ്ധത്തിനിറങ്ങ്, അല്ലെങ്കിൽ നീ തോറ്റെന്ന് സമ്മതിക്കുക എന്നോട് എന്ന് പറഞ്ഞു. അപ്പം മരുത്തൻ രാവണനോട് ചോദിച്ചു, നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പം രാവണൻ പറഞ്ഞു, കുബേരന്റെ അനുജനായിരിക്കുന്ന രാവണനാണ് ഞാൻ.
രാക്ഷസാധിപനാണ് ഞാൻ, ലങ്കേശനാണ്, എൻ്റെ ബലമറിയാത്ത ആരും ഈ 3 ലോകങ്ങളിലില്ല. ജ്യേഷ്ഠനായ കുബേരനെ തോൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പുഷ്പക വിമാനം തന്നെ കയ്യിലാക്കിയത്. മനസ്സിലായില്ലേ? ഇത് കേട്ടപ്പം മരുത്തന് ഭയങ്കര ദേഷ്യം. മരുത്തൻ പറഞ്ഞു, രാവണനെ എന്താ പറയുക, തരം താഴ്ത്തി തന്നെ സംസാരിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യാൻ വരികയാണെന്നും പറഞ്ഞ് അമ്പും വില്ലും എടുത്ത് യുദ്ധത്തിനിറങ്ങി. അത് കണ്ട സംവർത്തനൻ എന്ത് ചെയ്തു? മരുത്തനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, യാഗം സമാപിപ്പിക്കാതെ യുദ്ധത്തിനിറങ്ങാൻ പാടില്ല, യാഗം നടന്നുകൊണ്ടിരിക്കുക, യുദ്ധത്തിനിറങ്ങരുത് എന്ന് പറഞ്ഞു. അത് നിഷിദ്ധമാണ്. മഹേശ്വരനെ സംബന്ധിച്ച് മഹേശ്വരനെ തൃപ്തിപ്പെടുത്താനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ യാഗം തുടങ്ങിയത്. അത് യാഗം തീരുന്നതിനേക്കാളും മുമ്പേ യുദ്ധം ചെയ്തു തുടങ്ങിയാൽ ഈ കുലം തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മരുത്തൻ എന്ത് ചെയ്ത്? ആയുധങ്ങളൊക്കെ താഴെ വെച്ചു. ആ സമയത്ത് രാവണന്റെ ഭൃത്യനായ ശുഗൻ പറഞ്ഞു, മരുത്തൻ തോറ്റു എന്ന് പറഞ്ഞു. മരുത്തൻ തോറ്റുപോയി എന്ന് പറഞ്ഞു, യുദ്ധം ചെയ്തില്ലല്ലോ. രാവണൻ എന്ത് ചെയ്തു? യാഗത്തിൽ പങ്കുകൊള്ളാൻ വന്ന മഹർഷിമാരെ എല്ലാം എടുത്ത് തിന്ന് കുടിച്ച് അവരുടെ രക്തമൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോയി. രാവണൻ പോയ ശേഷം അവിടെ വേഷം മാറി നിന്ന ദേവന്മാരൊക്കെ അവരുടെ സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു. അവരോരോരുത്തരും ഏതേത് ജീവിയുടെ രൂപം കൈക്കൊണ്ടുപോവോ അവരെല്ലാവരെയും വിളിച്ചിട്ട് ഓരോ അനുഗ്രഹം കൊടുത്തു. കാരണം രാവണനെ പേടിച്ചിട്ടാണ് ഇവരെല്ലാം വേഷം മാറി നിന്നത്. ആ ജീവിക്ക് അനുഗ്രഹം കൊടുത്തു. അപ്പം ആദ്യം ഇന്ദ്രൻ മയിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹേ മയൂരമേ, നിന്റെ രൂപം സ്വീകരിച്ച് ഞാൻ രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിന്നിൽ തൃപ്തനാണ്. നിന്റെ വർഗ്ഗക്കാർക്കിനി ഒരിക്കലും ആരെ പേടിക്കേണ്ട? സർപ്പങ്ങളെ ഒന്നും പേടിക്കേണ്ട. അതുപോലെ നിങ്ങളുടെ വെറും നീല നിറമായ പീലികൾ, അന്ന് മയിലിന് വെറും നീല നിറം മാത്രമേ ഉള്ളൂ പീലികൾക്ക്, ആ പീലികളിൽ ഭംഗിയുള്ള കണ്ണുകൾ ഉണ്ടാവും. ഞാൻ മഴ പെയ്യിക്കുമ്പോൾ ഇന്ദ്രൻ മഴ പെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. അങ്ങനെ മയിലുകൾക്ക് മഴ കാണുമ്പോഴേക്ക് സന്തോഷവും വരാൻ തുടങ്ങി, പീലികളിൽ നല്ല ഭംഗിയുള്ള കണ്ണുകൾ ഉണ്ടാവാനും തുടങ്ങി. കാക്കയെ വിളിച്ചിട്ട് ധർമ്മരാജാവ് പറഞ്ഞു, കാക്കയുടെ വേഷം ധരിച്ചാണ് ഞാൻ രാവണനിൽ നിന്ന് മറഞ്ഞു നിന്നത്. അതിൽ പ്രീതനായ ഞാൻ പറയുന്നത് കാക്കയെ നീ കേട്ടോളൂ. മറ്റെല്ലാ പ്രാണികളും രോഗം വന്ന് ദുരിതത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും രോഗം വരില്ല. മാത്രമല്ല, മനുഷ്യരാരെങ്കിലും നിങ്ങളെ കൊല്ലുക എന്നല്ലാതെ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല. നിങ്ങൾ ഭക്ഷിച്ചാൽ പിതൃക്കൾ തൃപ്തരാകും, ഒരു സംശയവും ഇല്ല. അതായത് ബലി ഭുജിക്കാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം മരണത്തിന്റെ ദേവനാണല്ലോ കാലൻ. അടുത്തത് വരുണൻ നമ്മുടെ ഹംസത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വർണ്ണം, നിങ്ങളുടെ നിറം ചന്ദ്രമണ്ഡലം പോലെ ശുഭ്രവർണ്ണമായിരിക്കട്ടെ. അതിനു മുൻപ് ഹംസങ്ങളുടെ വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പൂർണ്ണമായിട്ട് വെളുപ്പായിരുന്നില്ല. ചിറകുകളുടെ അറ്റമൊക്കെ നീല നിറമുള്ളതായിരുന്നു. കൊക്കാണെങ്കിൽ ഒരു ഉണക്കപ്പുല്ലിൻ്റെ നിറമുള്ളതായിരുന്നു. ഇനി മുതൽ അതൊന്നുമല്ല, നല്ല ഭംഗിയുള്ള നിറത്തോടു കൂടി വെള്ള ചന്ദ്രനെ പോലെ നിങ്ങൾ ശോഭിക്കുന്നു പറഞ്ഞു. ഓന്തിനെ വിളിച്ചിട്ട് വൈശ്രവണൻ പറഞ്ഞു, കരണ്ട് അടിച്ച് ചാവുന്ന, അന്നൊന്നും കരണ്ടില്ല എൻ്റെ പൊന്നു ദിവ്യേ. ഓന്തിനെ വിളിച്ചിട്ട് വൈശ്രവണൻ പറഞ്ഞു, പ്രീതനായ ഞാൻ നിങ്ങളിൽ അനുഗ്രഹമായി, ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹം തരികയാണ്. കാഞ്ചനവർണ്ണനായിരിക്കുന്ന മകുടവും സ്വർണ്ണ നിറവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഓന്തിൻ്റെ തലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മകുടം കാണാം, ഒരു കിരീടം, അതും സ്വർണ്ണ നിറവും തരുന്നു. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിറം മാറാനും സാധിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ ഓരോരോ ജീവികൾക്കും അനുഗ്രഹം കൊടുത്തിട്ട് ദേവന്മാർ അവരവരുടെ സ്ഥലത്തേക്ക് പോയി. ഇപ്പം ക്ലിയർ? ആരാത് പറഞ്ഞത്? ഏത് സുധാമാതാജിയല്ലേ ചോദിച്ചത്? ഇപ്പം ഈ കഥ മനസ്സിലായില്ലേ? അങ്ങനെ മരുത്തൻ്റെ യാഗശാല വിട്ട് രാവണൻ പോവാണ്. യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് രാജാക്കന്മാരുടെ രാജ്യങ്ങളിലൂടെ രാവണൻ ഇങ്ങനെ പോയി. ആ രാജാക്കന്മാരോടൊക്കെ രാവണൻ പറഞ്ഞത്, ഒന്നുകിൽ യുദ്ധത്തിന് വാ, അല്ലെങ്കിൽ പരാജയം സമ്മതിക്കുക. ഒന്നുകിൽ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റെന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞു. രാവണൻ്റെ വരബലവും കരബലവും അറിയുന്ന രാജാക്കന്മാരെല്ലാവരും യുദ്ധം ചെയ്യാൻ പോയില്ല. അവർ നേരെ തോൽവി സമ്മതിച്ചു രാജാവിനോട്. ദുഷ്യന്തൻ, സുരതൻ, ഘാതി, ഗയൻ, പുരൂരവസ് അങ്ങനെ കുറേ രാജാക്കന്മാർ എല്ലാവരും, പാർത്ഥിവ ശ്രേഷ്ഠന്മാരെല്ലാവരും പരാജയം സമ്മതിച്ച് രാവണന് കീഴടങ്ങാൻ തുടങ്ങി. അങ്ങനെ രാജാക്കന്മാരെല്ലാവരെയും കീഴടക്കിയിട്ട് അയോധ്യയിലെത്തി. ആര്? നമ്മുടെ രാവണൻ. അനരണ്യൻ എന്ന രാജാവായിരുന്നു അന്ന് അയോധ്യ ഭരിച്ചിരുന്നത്. ആരാണ്? അനരണ്യൻ എന്ന് പറയുന്ന രാജാവ് അന്ന് അയോധ്യ ഭരിച്ചിരിക്കുകയായിരുന്നു. രാവണൻ പോയിട്ട് അനരണ്യൻ എന്ന് പറയുന്ന രാജാവിനെ യുദ്ധത്തിന് വിളിച്ചു. പാപിയായ രാവണന്റെ പോർവിളി കേട്ടപ്പോൾ അനരണ്യൻ യുദ്ധത്തിനിറങ്ങി.
ചതുരംഗ പടയുമായിട്ട് രാവണനോട് യുദ്ധം ചെയ്ത അനരണ്യൻ ഒടുവിൽ തോറ്റുപോയി. രാവണന്റെ തലം എന്ന ആയുധം കൊണ്ട്, രാവണന്റെ ഒരു ആയുധമുണ്ട്, തലം എന്നാണ് പേര്, ആ ആയുധം കൊണ്ട് മൂർധാവിൽ അടികിട്ടിയിട്ടാണ് അനരണ്യൻ നിലം പതിക്കുന്നത്. അർദ്ധപ്രാണാവസ്ഥയിൽ കിടക്കുന്ന, അതായത് പകുതി ജീവൻ പോയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, അങ്ങനെ ജീവൻ പോവുകയും പോവാതെയും കിടക്കുന്ന ആ അദ്ദേഹത്തോട്, ആ രാജാവിനോട് രാവണൻ പറഞ്ഞു, ഞാൻ നിന്നാൽ ജയിക്കപ്പെട്ടു എന്ന് കരുതി അഹങ്കരിക്കേണ്ട. കാലം എനിക്ക് പ്രതികൂലമായതിനാൽ ഇങ്ങനെ സംഭവിച്ചു. രാവണ എന്താ പറയുന്നത്? ഞാൻ നിന്നാൽ ജയിക്കപ്പെട്ടു എന്ന് നീ കരുതി അഹങ്കരിക്കേണ്ട. അതായത് ഞാൻ മരിച്ചാൽ നീ ജയിച്ചു എന്ന് കരുതണ്ട. കാലം എനിക്ക് പ്രതികൂലമായതുകൊണ്ടാണ്, എൻ്റെ സമയം മോശമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറയുന്നത് നീ കേട്ടോ. ഈ രാജാവ് പറയണം, ഞാൻ ചെയ്തിട്ടുള്ള ദാനങ്ങളും ഹോമങ്ങളും തപസ്സുകളും സത്യമാണെങ്കിൽ, എൻ്റെ പ്രജകളെ ഞാൻ വേണ്ട പോലെ പരിപാലിച്ചത് സത്യമാണെങ്കിൽ, എൻ്റെ വാക്കും സത്യമായിട്ട് വരും രാവണ. ഇക്ഷാകുവിൻ്റെതായ ഈ കുലത്തിൽ തന്നെ ദശരഥപുത്രനായി ജയിക്കാൻ പോകുന്ന ശ്രീരാമനാൽ നീ വധിക്കപ്പെടും എന്ന് പറഞ്ഞു രാവണനോട്. ദശരഥപുത്രനായിട്ട് ശ്രീരാമസ്വാമി വരും ഇക്ഷാകു വംശത്തിൽ. ആ ശ്രീരാമസ്വാമിയുടെ കൈകൾ കൊണ്ട് നീ മരിക്കും. ആ സമയത്ത് ആകാശത്ത് നിന്ന് ദുന്ദുഭിസ്വനവും പുഷ്പവൃഷ്ടിയും ഉണ്ടായി എന്നാ പറയുന്നത്. ഈ രാജാവ് രാവണനെ ശപിച്ചപ്പോൾ എന്തുണ്ടായി? പുഷ്പവൃഷ്ടി ഉണ്ടായി. അനരണ്യൻ സ്വർഗലോകത്തേക്ക് പോവുകയും ചെയ്ത് മരിച്ചിട്ട്. അനരണ്യനെ വധിച്ച ശേഷം രാവണൻ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ എല്ലാവരെയും പീഡിപ്പിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് ഇങ്ങനെ ആകാശത്തുകൂടി യാത്ര ചെയ്യാണ്. മേഘങ്ങൾക്കിടയിൽ കൂടെ സഞ്ചരിക്കുന്ന ശ്രീ നാരദ മഹർഷിയെ രാവണൻ കണ്ടു. നാരദ മഹർഷി മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പം രാവണൻ കണ്ടുമുട്ടി. മഹർഷിയെ അഭിവാദ്യം ചെയ്ത ശേഷം രാവണൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ വന്ന് ഇതുവഴി ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചു. മേഘമാർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് മേഘങ്ങളുടെ ആ വഴിയിൽ നിന്നുകൊണ്ട് തന്നെ നാരദൻ രാവണനോട് പറഞ്ഞു, ഹേ രാക്ഷസാധിപ, ഞാൻ ഭവാന്റെ പരാക്രമത്തിൽ സന്തോഷിക്കുന്നു. എങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭവാന്റെ ഓജസ്സും വീര്യവും ഈ നിസ്സാരരായ മനുഷ്യരുടെ നേർക്ക് പ്രയോഗിച്ച് വ്യർത്ഥമാക്കി കളയാനുള്ളതല്ല. അങ്ങയുടെ ശക്തിയും ബലമൊന്നും ഈ നിസ്സാരമായിരിക്കുന്ന മനുഷ്യരുടെ അടുത്തല്ലല്ലോ എടുക്കേണ്ടത്. അന്തകന്റെ വംശവധരായിരിക്കുന്ന മനുഷ്യരെ വധിച്ചിട്ട് എന്ത് കീർത്തിയാണ് ലഭിക്കാൻ പോകുന്നത്? കേവലം ഒരു അന്തകന് തീർക്കാൻ പറ്റും മനുഷ്യനെ. ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് അങ്ങ് ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കീർത്തിയാണ് അങ്ങേക്ക് ലഭിക്കുന്നത്? നാരദൻ പറഞ്ഞതിന് രാവണൻ ഒരു മറുപടി കൊടുത്തു. ഹേ സമരപ്രിയയായ നാരദ മഹർഷി, ഞാൻ ഇനി രസാതലത്തിലേക്കാണ് വിജയാർത്ഥം ഗമിക്കാൻ പോകുന്നത്. പാതാളത്തിലും ഭൂതലത്തിലൊക്കെ പോയി ഇനി രസാതലത്തിലേക്കാണ്. സുതലം, വിതലം, തലാതലം, രസാതലം, പാതാളം, അങ്ങനെ പോകുന്നുണ്ട്. വേദി കോസ്മോളജി വരുമ്പോൾ പഠിപ്പിക്കാമത്. രസാതലത്തിലേക്കാണ് ഇനി ഞാൻ പോകാൻ പോകുന്നത്. അതിൽ പിന്നെ ത്രൈലോക്യങ്ങളും ജയിച്ച് നാഗങ്ങളെയും വശത്താക്കി, നാഗലോകം വേറെയുണ്ട്, ഇന്ദ്രാദി ദേവതകളെയും ഞാൻ പരാജയപ്പെടുത്തും. 3 ലോകങ്ങളും ഞാൻ കൈ അടക്കിയിട്ട് നാഗലോകത്ത് പോയി നാഗങ്ങളെയും വശപ്പെടുത്തിയിട്ട് ഇന്ദ്രാദി ദേവന്മാരെ എല്ലാം ഞാൻ തോൽപ്പിക്കും. എന്നാൽ രസാതലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യമപുരിയിൽ കൂടി കടന്നു പോകണം. അതിന് യമധർമ്മരാജാവ് അനുവദിക്കുകയില്ല എന്ന് നാരദൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നാരദൻ പറഞ്ഞു, കാര്യമൊക്കെ ശരി, രസാതലത്തിൽ പോകണമെങ്കിൽ യമധർമ്മൻ്റെ യമപുരിയിലൂടെ കടന്നു പോകണം. അതിന് യമധർമ്മരാജാവ് സമ്മതിക്കില്ല. രാവണൻ പറഞ്ഞത് ആദ്യമായി യമധർമ്മരാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നായിരുന്നു. അപ്പം നാരദ മഹർഷി പറഞ്ഞു, ആദ്യം യമനെ പോയി യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അങ്ങനെ രാവണൻ എന്ത് ചെയ്തു? ഇനി യമധർമ്മരാജാവിനോട് യുദ്ധം ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നേരെ യമധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് പോയി. യമധർമ്മരാജാവും രാവണനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ വേണ്ടി ആർക്ക് താല്പര്യമായി? നാരദന് താല്പര്യമായി. ഓടി നാരദൻ യമപുരിയിലേക്ക്. അവിടെ ചെന്നിട്ട് യമനോട് രാവണൻ യുദ്ധത്തിന് വരുന്നുണ്ടെന്ന് നേരത്തെ നാരദൻ പോയി പറഞ്ഞു കൊടുത്തു. യമധർമ്മരാജാവിനോട് പറഞ്ഞു, ദേ വരുന്നുണ്ട് രാവണൻ യുദ്ധത്തിന് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാവണന്റെ വിമാനം ആകാശത്തിൽ കാണാൻ പറ്റുന്ന പാകത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട യമൻ എന്ത് ചെയ്തു? സ്വന്തം സൈന്യത്തെ റെഡിയാക്കി വെച്ചു രാവണനോട് യുദ്ധം ചെയ്യാൻ. രാവണൻ പുഷ്പവിമാനം താഴത്തിറക്കിയത് കണ്ടപ്പോൾ പാപം ചെയ്തവർ വിവിധ നരകങ്ങളിൽ കിടന്ന് യാതനകൾ അനുഭവിക്കുന്നതും
ഭയങ്കരമായിരിക്കുന്ന സ്വരൂപികളായിരിക്കുന്ന യമഭൃത്യന്മാർ അവരെ ദണ്ഡിക്കുന്നതും ക്ലേശിക്കുന്നതുമായിരുന്നു. എന്ന് വെച്ചാൽ രാവണൻ ആ പുഷ്പക വിമാനം താഴെ ഇറക്കിയപ്പോൾ കാണുന്നത് ഒരുപാട് പാപം ചെയ്ത ആൾക്കാർ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യമൻ്റെ ഭൃത്യന്മാരെല്ലാവരും അവരെ ഇങ്ങനെ ശരിക്കും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിക്കുകയും ക്ലേശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വൈതരണി, ശോണീതോതകം, അസിപത്രവനം, രൗരവം, ക്ഷരാനദി, ക്ഷുരാധാര എന്നിങ്ങനെയുള്ള മഹാനഗരങ്ങളിൽ കിടന്നിട്ട് ക്ലേശിക്കുന്ന ആയിരക്കണക്കിന് പാപികളെ രാവണൻ അവിടെ കണ്ടു. ഒരുപാട് ആൾക്കാരെ രാവണൻ അവിടെ കണ്ടു. അതേ സമയം തന്നെ സുഹൃതങ്ങൾ ചെയ്തവർ, അതായത് നന്മ ചെയ്തവരെല്ലാം സുഖവാസങ്ങളിൽ ഇങ്ങനെ ആനന്ദം അനുഭവിക്കുന്നതും രാവണന്റെ ദൃഷ്ടിയിൽ പെട്ടു. ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ പീഡനം അനുഭവിക്കുന്നു, ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ സുഖിച്ചിരിക്കുന്നു. യമനെ പ്രലോഭിപ്പിച്ചിട്ട് യുദ്ധത്തിന് തയ്യാറാക്കാമെന്ന് രാവണൻ വിചാരിച്ചു. രാവണന്റെ അടുത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടന്നവരെയൊക്കെ മോചിപ്പിക്കും. അവരൊക്കെ തെറ്റ് ചെയ്ത പാപികളാണ്, അവരെ എല്ലാവരെയും മോചിപ്പിക്കലായിരുന്നു രാവണന്റെ അടുത്ത പരിപാടി. അത് കണ്ട യമഭടന്മാരെന്ത് ചെയ്ത് രാവണന്റെ സൈന്യവുമായിട്ട് അങ്ങ് ഏറ്റുമുട്ടാൻ തുടങ്ങി. യമഭടന്മാർ പുഷ്പക വിമാനത്തെ അങ്ങ് ആക്രമിച്ചിട്ട് അത് നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബ്രഹ്മാവിനാൽ നിർമ്മിതമായിരിക്കുന്ന അതിന്, ആ പുഷ്പക വിമാനത്തിന് ഒന്നും സംഭവിച്ചില്ല. രാവണന്റെ അസ്ത്രപ്രയോഗം കൊണ്ട് അന്തസേനയിലുള്ളവരൊക്കെ വ്യാകുലപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വിഷമം വന്നു. രാവണൻ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക അസ്ത്രം ഉപയോഗിച്ചപ്പം അവര് ശൂലം, ഗദ അങ്ങനെയുള്ള കുറേ ആയുധങ്ങൾ എടുത്തിട്ട് രാക്ഷസന്മാരോട് യുദ്ധം തുടങ്ങി. യമഭടന്മാരുടെ ആയുധം കൊണ്ട് ദശാനനൻ അങ്ങ് എന്താ പറയുക രക്താഭിഷിക്തനായി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ രക്തമൊക്കെ വന്നു. തൻ്റെ കവചം കൂടി ഛിന്ന ഭിന്നമായി നഷ്ടപ്പെട്ടു. രാവണന്റെ കവചമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. രാവണൻ എന്ത് ചെയ്ത് പുഷ്പകത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ചാടി ഈ വിമാനത്തിൽ നിന്ന് ദേഷ്യത്തോടുകൂടി പാശുപതാസ്ത്രം എടുത്തിട്ട് വില്ലിൽ പിടിച്ചങ്ങോട്ട് ഒരൊറ്റ വിടൽ വിട്ടു ഈ പാശുപതാസ്ത്രം. ആ അസ്ത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് അതുപോലെ വഴിയിലെ വൃക്ഷലതാദികൾ പോലും ഭസ്മമായിപ്പോയി. അതായത് അത്രയും ശക്തമായിരിക്കുന്ന ഒരു അസ്ത്രമാണ് പാശുപതാസ്ത്രം എന്ന് പറയുന്നത്. ആ പാശുപതാസ്ത്രം പോകുന്ന ആ ശക്തി കൊണ്ട് വഴിയിലുണ്ടായിരുന്നത് എല്ലാ വൃക്ഷങ്ങളും ലതകളും എല്ലാം ഭസ്മമായിപ്പോയി. യമസൈന്യങ്ങളെല്ലാം ദഹിച്ചു പോകാൻ തുടങ്ങി. രാവണനാവട്ടെ ഭൂമി വിറയ്ക്കുന്നത് പോലെ ആർത്തു ചിരിക്കാൻ തുടങ്ങി. രാവണന്റെ ഗർജനം കേട്ട അന്തകൻ എന്തു ചെയ്തു? യമധർമ്മ രാജാവ് എന്ത് ചെയ്തു? തൻ്റെ സൈന്യം രാവണനോട് പരാജയപ്പെട്ടു പോവുമെന്ന് യമധർമ്മ രാജാവിന് മനസ്സിലായി. സ്വന്തം യുദ്ധത്തിന് ഇറങ്ങണം എന്ന് ഇനി യമധർമ്മ രാജാവ് തന്നെ നേരിട്ട് രാവണനോട് യുദ്ധം ചെയ്യണമെന്ന് യമധർമ്മ രാജാവ് ചിന്തിച്ചു. സാരഥിയോട് പെട്ടെന്ന് തന്നെ രഥം റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. യമധർമ്മ രാജാവ് പറഞ്ഞു, സാരഥി വേഗം റെഡിയാക്കിക്കോ രഥം എന്ന് പറഞ്ഞു. അങ്ങനെ വായുവേഗത്തിൽ പോകുന്ന കുതിരകളെ പൂട്ടി ആ രഥത്തിൽ കയറിയിട്ട് പ്രാസം, മുഗ്ധരം അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് യമന്റെ മുന്നിലായിട്ട് മൂർത്തിമാനായ മൃത്യു അവിടെ ഇരുന്നു. യമന്റെ മുമ്പിൽ മൃത്യു അവിടെ ഇരുന്നു. യമധർമ്മ രാജാവ് നേരെ ആ രഥത്തിൽ കയറി ഇരിപ്പുറപ്പിച്ചു. പാർശ്വത്തിലായിട്ട് കാലന്റെ പ്രധാന ശസ്ത്രമായിരിക്കുന്ന കാലദണ്ഡും മൂർത്തിയായിട്ട് അങ്ങ് നിന്നു. യമധർമ്മ രാജാവിൻ്റെ മുന്നിൽ മൂർത്തിമാനായ മൃത്യു ഇരുന്നു. പാർശ്വത്തിലായിട്ട് കയ്യിലായിട്ട് കാലന്റെ പ്രധാന ശസ്ത്രമായിരിക്കുന്ന കാലദണ്ഡും മൂർത്തിമാനായിട്ട് അവിടെ അങ്ങിരുന്നു. പാർശ്വഭാഗങ്ങളിലായിട്ട് കാലപാശങ്ങളും അങ്ങിരുന്നു. രാവണന്റെ ഗർജനം എവിടെ നിന്നാണോ കേട്ടത് അവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് സാരഥി ഈ രഥം അങ്ങ് ഓടിക്കാൻ തുടങ്ങി. അതിഭയങ്കരമായിരിക്കുന്ന യമന്റെ രഥം കണ്ട് രാവണന്റെ ആൾക്കാർ ഭയപ്പെട്ട് അന്തം വിട്ട് ഓടിത്തുടങ്ങി. എന്നാൽ ലോകഭയാവഹമായിരിക്കുന്ന ആ രഥം കണ്ടിട്ട് ലോകം പോലും പേടിക്കുന്ന യമധർമ്മരാജാവിന്റെ രഥം കണ്ടിട്ട് രാക്ഷസേന്ദ്രനായിരിക്കുന്ന രാവണന്, അതായത് രാക്ഷസന്മാരിൽ ഇന്ദ്രനായിരിക്കുന്ന രാവണന് യാതൊരു അനക്കവും ഇല്ല, ഒരു പേടിയില്ല. യമൻ എന്ത് ചെയ്തു? രാവണന്റെ നേരെ നല്ല ശക്തിയായിരിക്കുന്ന ആയുധങ്ങൾ പ്രയോഗിച്ച് അവന്റെ മർമ്മങ്ങളെ അങ്ങ് യമൻ ഛേദിച്ചു കളഞ്ഞു. ഒട്ടും വിഷമിക്കാതെ തന്നെ രാവണൻ എന്ത് ചെയ്ത് അന്തകന് നേരെ തിരിച്ചും കുറെ അസ്ത്രങ്ങൾ അങ്ങിട്ടു. അന്തകനും രാവണനും തമ്മിലുള്ള യുദ്ധം ഏകദേശം 7 ദിവസത്തോളം നീണ്ടു നിന്നു. വിജയകാംക്ഷികളായ 2 പേർക്കും വിജയം യമൻ കരുതും യമന് കിട്ടുമെന്ന്, രാവണൻ കരുതും രാവണന് കിട്ടുമെന്ന്. പക്ഷെ 2 പേർക്കും ജയവും ഇല്ല, പരാജയവും ഇല്ല. ദേവാദി ഗന്ധർവാദി
നാഗവാസികൾ എല്ലാവരും യുദ്ധം കണ്ട് നിൽക്കുകയാണ്. രാവണന്റെയും യമന്റെയും യുദ്ധം കണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. രാവണൻ മൃത്യുവിൻ്റെ നേരെയും സൂതൻ്റെ നേരെയും ഒക്കെ രാവണൻ ഇങ്ങനെ ബാണങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്തകന് നേരെ 10,000 ബാണങ്ങളാണ് വിട്ടിരിക്കുന്നത്. ദേഷ്യം വന്ന യമന്റെ വായിൽ നിന്ന് തീ ഇങ്ങനെ വരാൻ തുടങ്ങി, തീജ്വാലകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അനേകം രാക്ഷസന്മാര് യമന്റെ വായിൽ നിന്ന് വന്ന തീജ്വാലയിൽ പെട്ടങ്ങ് മരിച്ചു വെന്ത് 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 പോയി. അപ്പോ മൃത്യു തന്നെ വിട്ടയച്ചതാൽ രാവണന്റെ അമ്മു 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 അത് കിച്ചുവിനെ വെച്ചിട്ട് എടുത്തിട്ട് പോളാം. ഇല്ല വെക്കില്ല, അല്ല ഇത് വേറെ അങ്ങ് വേറെ എടുക്കാം. എന്താ കവർ നിറയെ അത് എടുത്തിട്ടും വേറെ എടുക്കുന്ന ഇന്നലെ ബിന്ദമ്മയുടെ കൊടുത്തില്ലേ, കുറെ അത് എടുത്തു കൊടുക്കാൻ പോകുന്നു. അങ്ങനെ എന്താ പറയാ, മൃത്യു തന്നെ വിട്ടയച്ചതാൽ രാവണന് അന്ത്യം വരുത്താന്ന് അന്തകനോട് പറഞ്ഞു. മൃത്യു പറഞ്ഞു എന്താ പറയാ, എന്നെ വിട്ടാൽ, യമനോട് പറഞ്ഞു എന്നെ വിട്ടാൽ ഞാൻ രാവണന്റെ അന്ത്യം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഹിരണ്യകശിപു, നമുചി, ശംഭരൻ എന്ന് വേണ്ട സർവ്വ ജീവജീവികൾക്കും തന്നെ എന്താ പറയാ, മൃത്യുവിന്റെ ദൃഷ്ടി പറ്റിയാൽ അന്ത്യം സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. രാവണന്റെ നേരെയും മൃത്യുവിന്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ രാവണനും മരണം സംഭവിക്കും. ഒരു മിനിറ്റ് കേട്ടോ. ബിന്ദുമ്മ സ്നാക്സ് കൈവിടൂല. ആ സ്നാക്സ് ബിന്ദുമ്മയ്ക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി കുട്ടികൾക്ക് കൊടുക്കുക. ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കരുത്, മോശമാണ്. അത് കുട്ടികൾ കഴിക്കുന്നതല്ല, അവർക്ക് എല്ലാവർക്കും കൊടുത്തേക്ക്. ആ ബേക്കറി വിടൂല ആള്. ചിപ്സ് ഇതൊക്കെ എല്ലാം ഒരു പാത്രം എടുത്തിട്ട് എല്ലാം കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് കൊണ്ടു കൊടുക്കുക. അവരെല്ലാം കഴിക്കട്ടെ. അബിയുടെ അമ്മ എല്ലാവരും ഉണ്ടല്ലോ താഴെ. നമ്മൾ വെറുതെ അതിങ്ങനെ വെറുതെ വെച്ച് ചീത്തയാക്കുന്നില്ല. അങ്ങനെ പേപ്പറിൽ കൊടുക്കരുത് ബിന്ദുമ്മ, മോശമാണ്. നമ്മളൊരു പാത്രത്തിൽ കൊടുക്കുക. കഴിക്കുന്ന കുട്ടികൾ ആരാന്ന് വെച്ചാൽ കഴിക്കട്ടെ, നമുക്ക് വേണ്ട, അവർ കഴിക്കട്ടെ. ഓരോരുത്തർ അന്ന് കിച്ചുവിന് തന്നതല്ലേ അതൊക്കെ, എല്ലാവരും കഴിക്കട്ടെ. കുറച്ചുകൂടി വലിയ പാത്രം ആവാം. അങ്ങനെ രാവണൻ പറഞ്ഞു യമനോട്, നീ എന്നോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ നശിപ്പിക്കുന്നു രാവണൻ പറയുന്നുണ്ട്. രാവണനെ താൻ തന്നെ സംഹരിക്കുന്നെന്ന് യമനും പറയുന്നുണ്ട്. രാവണൻ പറഞ്ഞു, എനിക്ക് ആരുടെ സഹായവും വേണ്ട, നിന്നെ ഞാൻ കൊല്ലുന്നു. യമൻ പറയുന്നുണ്ട്, എനിക്കും ആരുടെ സഹായവും വേണ്ട. ബിന്ദുമ്മ ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ വെക്കും. അല്ല ഇവിടെ വെക്ക് ബിന്ദുമ്മ, ഇവിടെ വെക്ക്. എൻ്റെ മുന്നിലേ ബിന്ദുമ്മയ്ക്ക് എന്തോരം സ്നാക്സ് വേണമെങ്കിലും ഞാൻ മേടിച്ചു തരും. എൻ്റെ കണ്ണ് കാണാതെ അപ്പുറത്ത് മാറ്റിയിട്ടിട്ടൊക്കെ ചെയ്യും. കൊടുക്ക് ബിന്ദുമ്മ, അവർക്ക് ആവശ്യമുള്ളത് ഒരു പാത്രത്തിലിട്ട് കൊടുക്ക്. നിങ്ങൾക്ക് സ്നാക്സ് എന്തോരം വേണം ഞാൻ മേടിച്ചു തരാം. എത്ര വേണമെങ്കിലും കൊടുക്ക്. എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ബിന്ദുമ്മ കൊടുക്ക്. ഇങ്ങോട്ട് വെക്ക് പാത്രം. ഇത് പോരാ, ഒരു വലിയ പാത്രം എടുത്തിട്ട് വേണം കൊടുക്ക. അവർ കഴിക്കട്ടെ. കുട്ടികളല്ലേ, ചെറിയ കുട്ടികളല്ലേ, അവർ കഴിച്ചോട്ടെ. അതിനെന്താണ്? കൈ വിടില്ല മക്കളെ, കൈ വിടില്ല. സ്നാക്സ് കൈ വിടില്ല. ഇത്രയും പോകുന്നൊരു പാത്രം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തൊട്ട് ബാക്കിൽ അലമാരയുടെ ബാക്കിൽ പോയിട്ടുണ്ട് ഇതിങ്ങനെ വീതം വെക്കുന്നു. ഒരു മിനിറ്റ് ഇട്ടാ എന്ത് ചെയ്യാ, നമുക്ക് വലിയ പാത്രം ഇല്ലേ? എൻ്റെ കൃഷ്ണ, ഇതാണോ വലിയ പാത്രം? സാധിക്കില്ല, കൊടുക്കില്ല. ഞാൻ മൈക്കൂരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എണീറ്റ് വന്നേനെ. അങ്ങനെ ഒരു വലിയ പാത്രം എടുത്തിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളതിൽ പാതി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാതി ബിന്ദുമ്മ എടുത്തോ. ശർക്കര വരട്ടിയും ചിപ്സും മറ്റേ എന്താ പറയുക ഓലവടയും ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുട്ടിക്ക് കൊണ്ടു കൊടുക്കുക. അവർ താഴെ എല്ലാവരും കൂടെ ഇരുന്ന് ചായക്ക് അവരത് കഴിക്കട്ടെ കേട്ടോ. ഒരൊറ്റ പാത്രം മതി. ബിന്ദുമ്മയ്ക്ക് ഞാൻ നിറയെ മേടിച്ചു തരും. അരേ നാരായണ, എത്ര പാത്രം എടുത്തുകൊണ്ട് വന്നറിയോ? ഒരെണ്ണം എടുത്തുകൊണ്ടൊരു സൈസ് നോക്കും, ഇതിലും വലുതാണെങ്കിൽ അതവിടെ കൊണ്ടേക്കും. അയ്യേ ഇങ്ങതാ ഒരു മിനിറ്റ്, ഇങ്ങതാ പാത്രം തന്നെ. ഒരു മിനിറ്റ് കിട്ടോ. ഇതൊന്ന് ആ കത്രിക തന്നെ.
ബിന്ദമ്മ കൈ വരുന്നില്ല ബിന്ദമ്മ. അടുത്ത് തന്നെ ശർക്കര വരത്തിന് വേഗം 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 ചാടി ചാടി. ഇത് പാതി വഴിയിൽ നിന്ന് തിന്നരുത്, നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കഴിച്ചു. അമ്പലക്കുട്ടി ഗ്ലാസ്സിലെ മാതാജി. അതൊക്കെ ബിന്ദമ്മ എടുത്തോ, ഇവിടെ ഇവിടെയുള്ള അരക്കി എടുത്തോ, അതൊക്കെ ആ കവറൊക്കെ ബിന്ദമ്മ കഴിച്ചോട്ടാ. ഇനി ഒരു പാത്രം കൂടെ എടുത്തേ. നാരായണ, ഇത് ഞാൻ ബിന്ദമ്മ ഏൽപ്പിച്ച കൊടുക്കൂല. വരുന്നില്ല ബിന്ദമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്നാക്സ്. ഇത് നോക്കിക്ക് എന്തോരം സ്നാക്സ് ഇവിടെ ഞാൻ കവറിൽ മാറ്റി വെച്ചു, കൊടുക്കണില്ല. 4 ദിവസമായി ഞാൻ പറഞ്ഞു കൊടുക്ക് ബിന്ദമ്മേ, കൊടുക്ക് ബിന്ദമ്മേ, കൊടുക്ക് ബിന്ദമ്മേന്ന്. അമ്പിളിക്കുട്ട അമ്പിളിക്കുട്ട അതൊക്കെ തിന്ന് പകുതിയൊക്കെ വെച്ചിരിക്കല്ലേ, അത് അവർ കഴിച്ചോട്ടെ. ഞാൻ കഴിച്ചില്ല. അയ്യോ 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 നമ്പിട്ടമ്മ സ്വാമി, ഇതൊക്കെ അളിയൻ തിന്ന് പകുതിയാക്കി മൂടി വെച്ചിരിക്കുക. ഇതാ ബിന്ദമ്മേ, ഞാൻ ഈ വക സാധനങ്ങളൊന്നും വായിൽ വെക്കില്ല, എന്നാൽ പിന്നെ ആർക്കെങ്കിലും കൊടുത്തൂടെ? എന്താ അത് ഇങ്ങോട്ട് പോ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു ഇപ്പോൾ? പാവി ആണല്ലേ. ഒരു പാത്രം കൂടെ എടുത്തിട്ട് വന്ന് ഇത് വേസ്റ്റ് ഇട്ടേക്ക്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ പണിയൊക്കെ തരണോട്ടോ. കളിയും തുണി കെട്ടി വെച്ചിരിക്കുന്നു. കൃഷ്ണ, അമ്മൂനി ഒന്ന് വിളിച്ചേ ഇവിടെ നിന്നിട്ട്. ആ കുഴപ്പമില്ല, ഞാൻ കഴിക്കില്ല അമ്പിളിക്കുട്ടി, ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം. ബിന്ദമ്മ ഇപ്പൊ ഉറക്കെ വിളിച്ചില്ലേ, ഞാനിപ്പോ ഫോൺ എടുത്ത് വിളിക്കൂ കേട്ടാ. അമ്മൂനെ വിളി കേൾക്കുന്നില്ല, അപ്പൊ ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം എന്നുള്ള ഭാഗം. കേൾക്കുന്നില്ല അമ്മ, കേൾക്കുന്നില്ല, ഞാൻ ഫോണിൽ വിളിച്ചോളാം. ആ വിളിക്കുക. ഇതൊക്കെ ബിന്ദമ്മ വെച്ചു കൊണ്ടപ്പോ, ഇതൊക്കെ ബിന്ദമ്മയ്ക്കാണ്, ഇനി ആർക്കും കൊടുക്കണ്ട കേട്ടാ. ഞാനിപ്പോൾ ഇത് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലേ അളിയനിത് പോണ വഴിക്ക് താഴെ വരേക്ക് അളിയൻ തിന്നുകൊണ്ടിരിക്കും. അതാണ് അളിയൻ. അമ്മക്കറിഞ്ഞോട്ട് ധാരാ പോണെന്ന്. ഇതൊക്കെ ബിന്ദമ്മയ്ക്കാണ്, ആർക്കും കൊടുക്കണ്ട. അമ്മ കൊഞ്ചം മേലെ വേണ. ഇതൊക്കെ ബിന്ദമ്മയ്ക്കാണ്. ഇത് ആർക്കും ഇല്ല കേട്ടോ, അത് നിങ്ങൾക്ക് തന്നെയാണ്. ഇനി ഞാൻ ചോദിക്കുകയില്ല, ഇതാണ് അവർക്കുള്ളത്. നാരായണ നാരായണ പറയൂ. എൻ്റെ ജോലി ഇത് തന്നെയാണ്. പുറത്ത് പോയി വരുമ്പോൾ ഇങ്ങനെ സ്നാക്സ് മേടിച്ചുകൊണ്ട് വരിക. അമ്പിളിക്കുട്ട അത്, അമ്പിളിക്കുട്ട ഇത്. ചെന്നൈയിലൊക്കെ ചിപ്സിന് എന്താ വില, എന്നാലും മേടിച്ചുകൊണ്ട് കൊടുക്കും. ആൾ കൈ വിടുന്നില്ല അങ്ങോട്ട് പറഞ്ഞിട്ട്, ഇങ്ങനെ ഇങ്ങനെ തപ്പി 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 കളിക്കണം. അതുപോലെ ബിന്ദമ്മയ്ക്ക് എനിക്ക് കുഴപ്പമില്ല അമ്പിളിക്കുട്ടി. അങ്ങനെ രാവണൻ പറയാണ് യമനെ രാവണൻ തന്നെ കൊല്ലുമെന്ന്. യമൻ പറയാണ് രാവണനെ യമൻ കൊല്ലുമെന്ന്, യമനെ രാവണൻ കൊല്ലുമെന്ന്. ഒരിക്കലും വ്യർത്ഥമാക്കാത്ത തൻ്റെ കാലദണ്ട് നമ്മ ഇത് കീഴേ ഇല്ലല്ല, ഇത് അവരെ കയ്യിലിരുന്ന് വരലമ്മ, அது மட்டும் இல்லாமல் கொடுக்குறேன்னு சொன்னால் ஒரு இவ்வளோண்டு பாத்திரத்தை எடுத்துகிட்டு வந்திருக்காங்க. நான் சொன்னேன் நீ பெரிய பாத்திரம் எடுத்துகிட்டு வான்னு சொன்னால் அதுவும் எடுக்கல. சரி அப்புறம் சொல்கிறேன் நீ அம்மு கூப்பிட்டுட்டு வான்னு சொன்னேன். இங்கே வந்துட்டு அம்மு அம்முன்னு கூப்பிட்டுடுச்சு. ஏன் தெரியுமா, நீங்கள் கேட்கலல்ல, அப்போ மேலே வரலாம் வச்சுக்கோங்க, இந்த அம்மா கையில் தானே இது எல்லாத்தையும் கொடுக்க, போகிற வழியிலெல்லாம் சாப்பிட்டுட்டே கீழே வரும். அதனால நான் சொன்னேன் நீ கூப்பிட வேண்டாம், நானே ஃபோனில் கூப்பிட்டுக்கிறேன் சொன்னேன். இல்லை இல்லை, நான் தான் ஃபோன் எடுத்து கூப்பிட்டேன். இதோ வரேன், ஒரு 1 hour. അങ്ങനെ ഒരിക്കലും വ്യർത്ഥമാക്കാത്ത തൻ്റെ കാലദണ്ഡ് കയ്യിലെടുത്തിട്ട് അതിനൊപ്പം തന്നെ
കാലപാശങ്ങളും മുഗ്ധരവും ഉണ്ടായിരുന്നു. അവ ദർശനം കൊണ്ട് തന്നെ ജീവരാശികളുടെ ജീവകളെ ആകർഷിച്ചെടുക്കും. ഈ കാലദണ്ഡും ഇതൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടാൽ തന്നെ ജീവരാശികളുടെ ജീവനിങ് എടുക്കും. സ്പർശനം കൊണ്ടോ പ്രയോഗം കൊണ്ടോ എന്ത് സംഭവിക്കും എന്നുള്ളത് പിന്നെ പറയേണ്ട കാര്യമില്ല. ആ കാലദണ്ഡൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ ജീവൻ പോവും. അപ്പം പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും യുദ്ധക്കളത്തിൽ നിന്ന് ഓടാൻ തുടങ്ങി. ആരും നിന്നില്ല, എല്ലാവരും ഓടാൻ തുടങ്ങി. യമന്റെ ഉദ്യമം കണ്ടിട്ട് ദേവന്മാരെല്ലാവരും പ്രക്ഷുബ്ധമായി. എന്തായി? യമൻ തൻ്റെ ദണ്ഡം രാവണന് നേരെ പ്രയോഗിക്കുന്നതായപ്പോൾ ബ്രഹ്മാവ് എന്തേത് അവിടെ എത്തിയിട്ട് യമനോട് പറഞ്ഞു, ഹേ സുരോത്തമ, ഭവാൻ ഈ ദണ്ഡം രാവണന് നേരെ പ്രയോഗിക്കരുതെന്ന് പറഞ്ഞു. യമനോട് വന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, ഹേ സുരോത്തമ, അങ്ങ് ഈ ദണ്ഡം രാവണന് നേരെ പ്രയോഗിക്കരുത്. ഈ ദണ്ഡം കൊണ്ട് പ്രഹരമേറ്റ് കഴിഞ്ഞാൽ മരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ അന്ന് അങ്ങേക്ക് വരം തന്നതല്ലേ, അതുകൊണ്ട് ഈ ദണ്ഡം അങ്ങ് രാവണന് നേരെ പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞു. മനുഷ്യന്മാരിൽ നിന്നല്ലാതെ അവന് മരണം സംഭവിക്കുകയില്ല എന്ന് ഞാൻ രാവണന് വരം കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരിൽ നിന്ന് മാത്രമേ രാവണന് മരണം മനുഷ്യന്മാരിൽ നിന്നല്ലാതെ അവന് മരണം സംഭവിക്കില്ല എന്ന് ഞാൻ രാവണന് വരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദണ്ഡം അങ്ങ് അവനിൽ പ്രയോഗിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭവാൻ ഈ ദണ്ഡം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ദണ്ഡത്തിൻ്റെ സത്യം നടക്കില്ല, ഇത് വ്യർത്ഥമായി പോവും ഈ ദണ്ഡം എന്ന് പറഞ്ഞു. ആ കാരണത്താൽ ഭവാൻ എന്ത് ചെയ്യണം? ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് അന്തകൻ എന്ത് ചെയ്തു? ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറി. യുദ്ധഭൂമിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചുപോയി. യുദ്ധത്തിൽ അന്തകനെ പരാജയപ്പെടുത്തി എന്നുള്ള അഹങ്കാരത്തോടെ യമലോകത്ത് നിന്ന് പുഷ്പക വിമാനത്തിൽ കയറി രാവണനും സ്വന്തം സ്ഥലത്തേക്ക് പോയി. യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രഹ്മദേവൻ വന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്തുണ്ടായത്? ഈ ഒരു ദണ്ഡം പ്രയോഗിക്കാത്തത്. പക്ഷേ യമൻ അവിടുന്ന് പിന്മാറിയപ്പം രാവണൻ പറയാണ് യമൻ തോറ്റു പിന്മാറിയെന്ന്. അന്തകനെ യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ള ആ ജയപേരി മുഴക്കിക്കൊണ്ട് സ്വന്തം സ്ഥലത്തെത്തിയ രാവണനെ കണ്ടിട്ട് രാക്ഷസന്മാരെല്ലാം അങ്ങ് ഭയപ്പെടുക മാത്രമല്ല വിസ്മയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ദേഹത്തിൽ മുഴുവൻ പരിക്കുകളോടെ രക്തത്തിൽ കുളിച്ചിട്ടാണ് ആര് മടങ്ങിയെത്തിയത്? രാവണൻ മടങ്ങിയെത്തിയത്. എല്ലാവരെയും സമാധാനപ്പെടുത്തിയ ശേഷം പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് രാവണൻ അങ്ങനെ പല ഭാഗത്തും ചുറ്റിയടിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈത്യന്മാരുടെയും ഉരകങ്ങളുടെയും അധിവാസ സ്ഥാനത്തും വരുണനാൽ രക്ഷിക്കപ്പെട്ടതുമായ രസാതലത്തിലേക്ക് ചെന്നിട്ട് വാസുകി എന്ന് പറയുന്ന നാഗശ്രേഷ്ഠനാൽ പരിപാലിക്കപ്പെടുന്ന ഭോഗവതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആര് പ്രവേശിച്ചു? നമ്മുടെ രാവണൻ പ്രവേശിച്ചു. അവിടെയുള്ള നാഗങ്ങളെയെല്ലാം വശത്താക്കിയ ശേഷം അവൻ നിവാതക കജന്മാരെന്ന് പേരായ അസുരന്മാർ താമസിക്കുന്ന മണിമയമായ പുരത്തിലേക്ക് പോയി. അവിടെ കുറേ അസുരന്മാർ താമസിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെന്നു അവരെ യുദ്ധത്തിന് വിളിച്ചു. ആയുധപാണികളായി വന്നെത്തിയ നിവാതകജന്മാരും രാവണനും തമ്മിൽ 1 സംവത്സരക്കാലം പൂർണ്ണമായിട്ടും യുദ്ധം നടന്നു. ആർക്കും ജയവും സംഭവിച്ചില്ല, പരാജയവും സംഭവിച്ചില്ല. ബ്രഹ്മാവ് അവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ട് നിവാചകന്മാരോട് പറഞ്ഞു, രാവണനെ യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാസുരന്മാർക്ക് അസാധ്യമാണ്, നിങ്ങളെ നശിപ്പിക്കാനും ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ രാവണനുമായിട്ടൊരു ഉടമ്പടി സന്ധി ചെയ്താൽ മതി, നിങ്ങളെ കൊണ്ട് രാവണനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ സുഹൃത്ത് ബന്ധം, അതായത് അസുരന്മാരും രാവണനുമായിട്ടുള്ള ആ ഒരു സൗഹൃദ ബന്ധം ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ചിട്ട് നിവാചകന്മാർ രാവണനുമായിട്ട് അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തു. രാക്ഷസന്മാർ രാവണനുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കി. അവരാൽ പൂജിക്കപ്പെട്ട അവർ രാവണനെ പൂജിച്ചുകൊണ്ടിരുന്നു. 1 വർഷക്കാലം രാവണൻ ആ സ്ഥലത്ത് രസാതലത്തിൽ സുഖമായി ജീവിച്ചു. അങ്ങനെ വരുണനെ യുദ്ധത്തിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി രാവണൻ എന്ത് ചെയ്തു? രസാതലത്തിൽ നിന്നും വരുണന്റെ സ്ഥാനം അന്വേഷിച്ച് നടന്നു. കാലകേയന്മാർ താമസിച്ച അശ്മനഗരം എന്ന സ്ഥലത്തേക്ക് ആരെത്തി? രാവണനെത്തി.
അവിടെയുള്ള ബലതർപ്പിതന്മാരായ അസുരേന്ദ്രന്മാരെ വധിക്കുന്ന കൂട്ടത്തിൽ രാവണൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവായ വിദ്വിജ്വഹനെയും വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പിന്നീട് അവിടെയുള്ള 400 അസുരന്മാരെയും വധിച്ച ശേഷം രാവണൻ കൈലാസം പോലെ ശോഭിക്കുന്ന വെള്ളി മേഘത്തിൻ്റെ വർണ്ണമുള്ള വരുണന്റെ ആലയം കണ്ടു. ആ ആലയത്തിലേക്ക് എത്തി. ക്ഷീരസമുദ്രം ഉണ്ടാക്കാൻ കാരണഭൂതമായിരിക്കുന്ന ക്ഷീരം സ്രവിപ്പിച്ച ഗോവിനെയും സുരഭിയെയൊക്കെ കണ്ട്, അതായത് ഗോമാതാവ് ഉണ്ടല്ലോ, ക്ഷീരസമുദ്രം ഉണ്ടാവുന്നത് അതായത് ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്, ക്ഷീരം സ്രവിപ്പിക്കുന്ന ഗോവിനെയും സുരഭീനെയൊക്കെ കണ്ട് വന്ദിച്ച ശേഷം രാവണൻ എന്ത് ചെയ്തു? വരുണന്റെ രാജധാനിയിൽ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭടന്മാരെ എല്ലാം ദ്രോഹിച്ചിട്ട് ഞാൻ യുദ്ധത്തിന് വേണ്ടി വന്നതാണെന്നും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കാൻ പറയണമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ കീഴടങ്ങിക്കോളാനും പറഞ്ഞ് കൂപ്പുകയോടുകൂടി കീഴടങ്ങിക്കോളാൻ വരുണനെ അറിയിക്കാനായിട്ട് യോദ്ധാക്കളോട് രാവണൻ പറഞ്ഞു വിട്ടു. രാവണന്റെ സന്ദേശം കേട്ട വരുണന്റെ മക്കൾ എന്ത് ചെയ്തു? രാവണനുമായിട്ട് യുദ്ധം തുടങ്ങി. രാക്ഷസ സൈന്യത്തിൻ്റെ ആയുധങ്ങളേറ്റ് രാവണന്റെ മക്കളൊക്കെ ഒരുപാട് തളർന്നു പോയി. ആകാശത്തിൽ പുഷ്പക വിമാനത്തിലിരിക്കുന്ന രാവണനെ കണ്ടിട്ട് വരുണപുത്രന്മാരെന്ത് ചെയ്ത്? വരുണന്റെ മക്കള് വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന രഥങ്ങളിൽ കയറിയിട്ട് ആകാശത്തേക്ക് ഉയർന്നു വന്നിട്ട് രാവണനുമായിട്ട് വരുണന്റെ മക്കൾ യുദ്ധം തുടങ്ങി. ഒടുവിൽ അവര് രാവണനോട് പരാജയപ്പെട്ടു. വരുണന്റെ മക്കള് രാവണനോട് തോറ്റുപോയി. ഭൂമിയിൽ വന്ന് വീണു അവര്. അവരുടെ പരാജയത്തിൽ സന്തോഷിച്ച രാവണൻ എന്ത് ചെയ്തു? വരുണൻ നേരിട്ടിട്ട് യുദ്ധത്തിനിറങ്ങാൻ പറഞ്ഞു. ആ മക്കളുടെ പരാജയം കണ്ടപ്പം വരുണൻ രാവണനോട് നേരിട്ട് യുദ്ധത്തിന് വരാൻ തുടങ്ങി. വരുണൻ അവിടെ ഇല്ല എന്നും ബ്രഹ്മസഭയിൽ ഗീതം കേൾക്കാൻ പോയിരിക്കുകയാണെന്നും വരുണപുത്രന്മാർ പരാജിതരാകയാൽ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നും വരുണന്റെ മന്ത്രിയായ പ്രഭാസനൻ പറഞ്ഞു. രാവണൻ പറഞ്ഞു, എന്തായാലും വരുണന്റെ മക്കൾ തോറ്റിരിക്കുകയാണ്, ഇനി വരുണനോട് വരാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം വരുണന്റെ മന്ത്രിയായിരിക്കുന്ന പ്രഭാസൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ വരുണനില്ല, അദ്ദേഹം ബ്രഹ്മസഭയിൽ ഗീതം കേൾക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. രാവണൻ വരുണനെ ജയിച്ചുവെന്ന അഹങ്കാരത്തോടെ ഭയങ്കര സംഭവബഹുലമായ സന്തോഷത്തോടുകൂടി ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് തിരിച്ചുപോയി രാവണൻ. വരുണനെ പരാജയപ്പെടുത്തിയെന്ന അഹങ്കാരത്തോടുകൂടി തിരിച്ചു പോകുന്ന വഴിയിൽ രാവണൻ മനുഷ്യദേവദാനവാദി കന്യകന്മാരെ ഒക്കെ അപഹരിച്ച് കട്ടുകൊണ്ടാണ് രാവണൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന ഒരു കന്യകയെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ബന്ധുജനങ്ങളെയെല്ലാം കൊന്ന് അവളെ ബലാത്കാരമായിട്ട് പുഷ്പക വിമാനത്തിൽ കയറ്റും. ഇതാണ് രാവണന്റെ സ്വഭാവം. ഇപ്രകാരം പന്നക രാക്ഷസ സുര മനുഷ്യ ദേവവർഗങ്ങളിൽ, അതായത് പന്നകരുടെയും രാക്ഷസന്മാരുടെയും മനുഷ്യരുടെയും ഒക്കെ വർഗങ്ങളിൽ ഒരുപാട് കന്യകമാരെ രാവണൻ പിടിച്ച് രാവണന്റെ പുഷ്പക വിമാനത്തിൽ കയറ്റി. അവരുടെ കരച്ചിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കേൾക്കാൻ തുടങ്ങി. ഈ കന്യകമാരെ രാവണൻ കൊല്ലുവോ അല്ലെങ്കിൽ തിന്നുവോ, ഇതെല്ലാമായിരുന്നു ഈ കന്യകമാരുടെ അച്ഛനമ്മമാരുടെയൊക്കെ വിഷമെന്ന് പറയുന്നത്. അതാണ് അവരുടെ പേടി. ഭ്രാതാക്കന്മാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും വിളിച്ച് അവരിങ്ങനെ കരയാൻ തുടങ്ങി കന്യകമാരൊക്കെ. മാത്രമല്ല, ഇപ്രകാരം പരധാരങ്ങളെ ബലാത്കാരം ചെയ്യുന്നതിന് ദുരാത്മാവായിരിക്കുന്ന ഇവൻ ഒരു സ്ത്രീ കാരണം തന്നെ മരിക്കാനിടയാവട്ടെ എന്ന് പലരും ഇവനെ ശപിച്ചു. പതിവ്രതകളെയും സ്ത്രീകളെയെല്ലാം ഉപദ്രവിക്കുന്ന ഇവൻ ഒരു സ്ത്രീ കാരണം തന്നെ മരിക്കട്ടെ എന്ന് പലരും ശപിക്കാൻ തുടങ്ങി. പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകളാൽ ഇപ്രകാരം ശാപവാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പതിവ്രതകളെ പോലെ ജീവിക്കുന്ന സ്ത്രീകളിൽ നിന്നൊരു ശാപം കിട്ടിക്കഴിഞ്ഞാൽ ആ ശാപം ഉറപ്പായിട്ടും ഫലിക്കും. അതുകൊണ്ട് ആകാശത്ത് നിന്ന് ഇങ്ങനെ പുഷ്പവൃഷ്ടികൾ ഉണ്ടാവാൻ തുടങ്ങി. ദേവദുന്ദുബികൾ ഇങ്ങനെ ശബ്ദം മുഖരിതമായി മുഴക്കി കേട്ടു. അങ്ങനെ അവരുടെ ശാപവാക്യം കേട്ടിട്ട് രാവണൻ എന്ത് ചെയ്തു? ഓജസ്, അതായത് തേജസ് നഷ്ടപ്പെട്ട ഒരാളെ പോലെ വിഷമിച്ചുകൊണ്ട് ലങ്കാപുരിയിലേക്ക് അങ്ങ് കയറി. രാവണൻ അങ്ങനെ ഉണ്ടായത്? ലങ്കയിൽ കയറുമ്പോൾ സഹോദരിയായിരിക്കുന്ന ശൂർപ്പണേക, രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണേക. ശൂർപ്പണേക എന്ന ഘോര രാക്ഷസി അവൻ്റെ മുമ്പിൽ വന്നിട്ട് വീണുപോയി. രാവണൻ അവളെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. കണ്ണുനീര് നിറച്ചിട്ട് കലങ്ങിയ കണ്ണുകളോടുകൂടി ശൂർപ്പണേക പറയാണ്, ഹേ രാജൻ, ബലവാനും എൻ്റെ ജ്യേഷ്ഠനുമായ അങ്ങയാൽ ഞാൻ വിധവയാക്കപ്പെട്ടിരിക്കുന്നു.
കാലകേയന്മാർ എന്ന് പ്രസിദ്ധിയാർജിച്ച 14,000 പേരിൽ ഒരാള് എൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അങ്ങ് ആ കൂട്ടത്തിൽ ആൾക്കാരെ വധിച്ച സമയത്ത്, രസാതലത്തിൽ പോയിട്ട് ആളുകളെ വധിച്ച സമയത്ത് അതിൽ പ്രിയപ്പെട്ട എൻ്റെ ബലവാനായ എൻ്റെ ഒരു ഭർത്താവും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് വിധവയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭ്രാതാവെന്ന ബന്ധുത്വമുണ്ടെങ്കിലും ശത്രുവായ അങ്ങയാൽ അദ്ദേഹം വധിക്കപ്പെട്ടിരിക്കുകയാണ്. സമരത്തിലാണെങ്കിൽ പോലും അങ്ങയുടെ സ്വാലനായ അദ്ദേഹം രക്ഷപ്പെടേണ്ടവനായിരുന്നു. അങ്ങ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ തന്നെയും അങ്ങ് എന്താ പറയുക, അങ്ങ് ഒരു കാരണവശാലും അവനെ വധിക്കാൻ പാടില്ലായിരുന്നു. അതെൻ്റെ ഭർത്താവായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അദ്ദേഹത്തെ തന്നെത്താൻ വധിച്ചതിൽ ഭവാൻ ലജ്ജിക്കുന്നു പോലും ഇല്ലല്ലോ. അങ്ങ് കാരണം ഞാനിപ്പം ഒരു വിധവയായില്ലേ, അങ്ങ് അദ്ദേഹത്തെ വെറുതെ വിടണമായിരുന്നു എന്ന് പറഞ്ഞു. സഹോദരിയുടെ വാക്ക് കേട്ടപ്പോഴേക്കും രാവണൻ ആകെ സ്തംഭിച്ചുപോയി. രാവണൻ അവളെ വിഷമമെല്ലാം സമാധാനിപ്പിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, ഹേ വത്സേ, നീ കരയാതിരിക്കൂ. ദാനമാനങ്ങളെ കൊണ്ട് ഞാൻ നിനക്ക് സന്തോഷമുണ്ടാക്കി തരാം. യുദ്ധം ചെയ്യുമ്പോൾ മത്ത് പിടിച്ച എനിക്ക് ശത്രുക്കളാരെ മിത്രങ്ങളാരെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് നിന്റെ ഭർത്താവിനെ എനിക്ക് കൊല്ലേണ്ടി വന്നത്. അത് കഴിഞ്ഞില്ലേ മോളെ, അത് കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പോൾ നിനക്ക് എന്താ വേണ്ടത് അത് പറ, ഞാൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോയി നമ്മുടെ ചിറ്റമ്മയുടെ മകനായിരിക്കുന്ന ഖരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ്റെ കൂടെ നീ പോയി താമസിക്കുക. മഹാബലവാനായിരിക്കുന്ന അവൻ 14,000 സൈന്യങ്ങളുടെ നാഥനാണ്. ഖരൻ എന്ന് പറയുന്നത് മഹാബലവാനായിരിക്കുന്ന ദൂഷണൻ അവൻ്റെ സൈന്യാധിപനാണ്. അവൻ്റെ ഇഷ്ടം എന്തോ അത് ഖരൻ സാധിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് രാവണൻ എന്ത് ചെയ്തു, 10,000 ബലവാന്മാരായ രാക്ഷസന്മാരെ ഖരൻ്റെ സമീപത്തേക്ക് പോകാൻ പറഞ്ഞു വിട്ടിട്ട് ദൂതന്മാരെയൊക്കെ പറഞ്ഞയച്ചു. ഖരൻ ദണ്ഡകാരണ്യത്തിൽ ഒരു രാജ്യം സ്ഥാപിച്ച് ദൂഷണൻ ത്രിശിരസ് എന്നീ സഹോദരന്മാരോടും ശൂർപ്പണയോഗ്യയോടും കൂടി സൈന്യങ്ങളും കൂടി അവിടെ അങ്ങ് താമസിക്കാൻ തുടങ്ങി. സഹോദരിയെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ച ശേഷം ദശാനനൻ സ്വസ്ഥമായിട്ട് അങ്ങനെ ലങ്കയിൽ താമസിച്ചു കൊണ്ടിരിക്കെ ഒരിക്കൽ അനുചരന്മാരോടും നികുംബില എന്ന് പറയുന്ന ഒരു ഉപവനത്തിലേക്ക് രാവണൻ കടന്നു. അവിടെ പോയപ്പോൾ അവൻ കണ്ടത് സ്വന്തം മകനായിരിക്കുന്ന മേഘനാഥൻ കൃഷ്ണാഞ്ജനം ധരിച്ചിട്ട് യജ്ഞവാടത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. അവനെ പിടിച്ച് ആലിംഗനം ചെയ്ത് എന്താണ് എങ്ങനെയെല്ലാം ഇരിക്കാൻ ഇവിടെ കാരണം എന്ന് ചോദിച്ചു രാവണൻ. അതിന് മറുപടിയായിട്ട് ശുക്ര മഹർഷി ഒരു മറുപടി പറഞ്ഞു. ഇതെന്തെന്ന് ഞാൻ പറയാം, എന്താ ഇവിടെയൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാവണന് ശുക്ര മഹർഷി പറഞ്ഞു കൊടുക്കാണ്, തൻ്റെ പുത്രനാൽ അനിഷ്ടോമം, അശ്വമേധം, ബഹുസുവർണകം, രാജസൂയം, യോമേധം, വൈഷ്ണവം, മഹേശ്വരം എന്നിങ്ങനെ 7 മഹത്തായ യജ്ഞങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. വളരെ ദുർലഭമായിട്ട് മാത്രം ചെയ്യുന്ന മാഹേശ്വരം എന്ന യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാക്ഷാൽ പരമേശ്വരനിൽ നിന്ന് എൻ്റെ മകന് എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ പോകാൻ പറ്റുന്ന ദിവ്യമായിരിക്കുന്ന ഒരു രഥം, താമസി എന്നു പേരായ മായാപ്രയോഗവും ഒരിക്കലും ശൂന്യമാകാത്തതായിരിക്കുന്ന ബാണങ്ങളോടുകൂടിയ ഒരു ആവനാഴിയും ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ധനുസ്സും ശത്രു സംരക്ഷകമായിരിക്കുന്ന അസ്ത്രവും ഇതൊക്കെ വരമായി ലഭിച്ചു. ശുക്രമഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ മകന് ഇതെല്ലാം പരമേശ്വരനിൽ നിന്ന് ലഭിച്ചു. മുമ്പിൽ പറഞ്ഞ മായാപ്രയോഗത്താൽ അവനവൻ്റെ ഗതി സുരാസുരന്മാർക്ക് പോലും അറിയാത്ത രീതിയിൽ അന്ധകാരം സൃഷ്ടിക്കാൻ സാധിക്കും. ഇപ്പോൾ യജ്ഞസമാപ്തിയാണ്, ഇപ്പോൾ ഇവിടെ യജ്ഞം തീരാൻ പോവുകയാണ്. ഞാൻ ഭവാനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് ആര് പറഞ്ഞു? ശുക്ര മഹർഷി പറഞ്ഞു. ഇത് കേട്ടപ്പം രാവണൻ പറഞ്ഞത്, തങ്ങളുടെ ശത്രുക്കളായിരിക്കുന്ന ഇന്ദ്രാദികളെ യജ്ഞങ്ങളെ കൊണ്ട് പൂജിച്ചതൊട്ടും ശരിയായില്ല. രാവണൻ പറയണം, നമ്മുടെ ശത്രുക്കളാണ് ഇന്ദ്രദേവാദികൾ, അവരെ അങ്ങ് ഒരിക്കലും യജ്ഞങ്ങൾ കൊണ്ട് പൂജിച്ചത് ശരിയായില്ല. അതിനുശേഷം രാവണൻ എന്ത് ചെയ്ത് മകനോടും വിഭീഷണനോടും കൂടി സ്വന്തം സ്ഥലത്തേക്ക് അങ്ങ് തിരിച്ചുപോയി. അപ്രകാരം പരസ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുവന്ന് ദുഷ്ടകീർത്തി പരിപാടികളൊക്കെ ചെയ്ത് ദുഷ്കീർത്തി വർദ്ധിപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന രാവണനോട് വിഭീഷണൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വിഭീഷണൻ രാവണനോട് പറയാണ്, ഭവാൻ ചെയ്ത തെറ്റായ കാര്യങ്ങളുടെ ഫലം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. നമ്മുടെ സഹോദരിയായ കുംഭനിസിയെ മധു എന്ന രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. വിഭീഷണൻ പറയണം, അങ്ങ് ഒരുപാട് സ്ത്രീകളെ ദ്രോഹിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഫലം നമുക്കിപ്പോൾ ഇവിടെ അനുഭവിക്കേണ്ടി വരികയാണ്. നമ്മുടെ സഹോദരിയായിരിക്കുന്ന കുംഭീനസിയെ മധു എന്ന രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി. ഭവാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, കുംഭകർണനാണെ ഉറങ്ങുമായിരുന്നു, മേഘനാഥൻ യജ്ഞത്തിൽ വ്യാപൃതനായിരുന്നു, ഞാൻ ജലത്തിൻ്റെ അടിയിലുമായിരുന്നു. ആ അവസരം നോക്കി മന്ത്രിമാരെ കൊന്നിട്ടാണ് അന്തപുരത്തിൽ നിന്നാണ് മധു കൈഡബന്മാരെന്ന് പറയുന്ന രാക്ഷസന്മാരെ പറ്റി കേട്ടിട്ടില്ലേ,
അത് നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ പഠിക്കും. അന്നേരം പറഞ്ഞു, മന്ത്രിമാരെയൊക്കെ വധിച്ചിട്ടാണ് അന്തപുരത്തിൽ നിന്ന് മധു എന്ന് പറയുന്ന രാക്ഷസൻ നമ്മുടെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയത്. വിഭീഷണൻ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് രാവണന് ഭയങ്കരം ദേഷ്യം വന്നു. എത്രയും വേഗത്തിൽ എൻ്റെ രഥം റെഡിയാക്കുമെന്ന് രാവണൻ പറഞ്ഞു. കുംഭകർണനും രാക്ഷസന്മാരും എല്ലാവരും എൻ്റെ കൂടെ വരട്ടെ. മധുവിനെ യുദ്ധം ചെയ്ത് കൊന്നിട്ട് ഞാൻ യുദ്ധത്തിനായിട്ട് ദേവലോകത്തേക്ക് പോകാൻ പോവാണ്. അപ്പോഴേക്കും കുംഭകർണനും മേഘനാഥനും എല്ലാവരും കൂടെ രാക്ഷസ സൈന്യമൊക്കെ നാനാവിധത്തിൽ നിന്നും ആയുധങ്ങളുമായിട്ട് വന്ന് വിഭീഷണൻ എന്ത് ചെയ്തു? ലങ്കയിൽ തന്നെ അവിടെ ഇരുന്നു. വിഭീഷണൻ പോയില്ല. രാവണൻ കുറേ ആൾക്കാരെയും കൂട്ടി നേരെ മധുപുരത്തിലേക്ക് ചെന്നു. അവിടെ മധു എന്ന് പറയുന്ന രാക്ഷസനെ കണ്ടില്ല. സഹോദരിയായ കുംഭീനസി അവിടെ ഉണ്ടായിരുന്നു. മധു തട്ടിക്കൊണ്ടുപോയതാ. അവൾ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് രാവണൻ്റെ കാലിൽ പോയിട്ട് അങ്ങ് നമസ്കരിച്ചു. കൈ കൂപ്പിക്കൊണ്ട് തൻ്റെ ഭർത്താവായ മധുവിനെ വധിക്കരുത് എന്നങ്ങ് പറഞ്ഞു. അവളുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് രാവണൻ അവളോട് മധുവിനെ വധിക്കില്ല എന്നും അവനോടുകൂടി ദേവലോകം കീഴടക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. അവനെയും കൂട്ടിക്കൊണ്ട് നേരെ ദേവലോകത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അവൻ എവിടെയാണുള്ളതെന്ന് ചോദിച്ചപ്പം ഉടനെ കുംഭീനസി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മധുവിനെ വിളിച്ചിട്ട് തൻ്റെ സഹോദരനായിരിക്കുന്ന രാവണൻ വന്നിട്ടുണ്ടെന്നും മധുവിനെയും കൂട്ടി ദേവലോകത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. മധു പെട്ടെന്ന് തന്നെ പുറത്തു വന്നിട്ട് രാവണനെ അങ്ങ് വന്ദിച്ചു. കാരണം ഭാര്യയുടെ സഹോദരനാണല്ലോ. സന്തുഷ്ടനായ രാവണൻ എന്ത് ചെയ്തു? അന്ന് അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം അവനോടും സൈന്യത്തിനോടും കൂടി പുറപ്പെട്ടിട്ട് യാത്ര ചെയ്ത് രാത്രിയാവുമ്പോഴേക്കും കൈലാസ പർവ്വതത്തിൻ്റെ അടുത്ത് ചെന്നെത്തി. ആ രാത്രി മുഴുവൻ അവിടെ കിടന്നുറങ്ങി. രാവണൻ അവിടെ അങ്ങ് കിടന്നുറങ്ങി. ഓക്കെ, അങ്ങനെ നമ്മൾ 25 അധ്യായങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 26ാമത്തതാണ്. നമുക്ക് ദീപാരാധനയുടെ സമയമായി. എല്ലാവർക്കും വിളക്ക് വെക്കേണ്ട സമയമാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ 6 മണിയായി. ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇതന്നെ കംപ്ലീറ്റും പോട്ടെ അല്ലേ? രാവണൻ്റെ ഈ കഥ തന്നെ പൂർണ്ണമായിട്ട് പോട്ടെ. അതല്ലേ രസം? അപ്പം നമുക്കൊരു ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം എത്രത്തോളം ഇന്ന് എടുത്ത് തീർക്കാൻ പറ്റുമോ അത് തന്നെ എടുത്ത് തീർക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പ്രിയേഷൻ കി ജയ്. അപ്പം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ബാക്കി കഥ നമുക്ക് വൈകിട്ട് കേൾക്കാം. ഹരേ കൃഷ്ണ.